ഹലോ ആൻഡ് വെൽക്കം ടു നൈറ്റ് ഔട്ട് ടോക്കീസ്. ഇന്ന് എൻ്റെ കൂടെയുള്ള ട്രിവാൻഡ്രത്തിൻ്റെ സ്വന്തം പ്രാങ്സ്റ്ററായ മാഹി മച്ചാൻ. താങ്ക് യു സോ മച്ച്. അതായത് ട്രിവാൻഡ്രത്തെ അതായത് ഒരു ചെറിയ പേളിമണിയുടെ കൂടെയാണ് ഞാൻ ഇരിക്കുന്നത്. അല്ലല്ല, നൈസ് അല്ലേ? അല്ല, പേളിമണി പോലെ ആവട്ടെ, നന്നായി വരട്ടെ. അത്രയും വേണ്ട, കുറച്ച്. പോഡ്കാസ്റ്റിന് മുന്നേ എന്ത് ചെയ്യായിരുന്നു? അപ്പം നമുക്ക് ആക്ച്വലി ഇങ്ങോട്ടേക്കായോ പോഡ്കാസ്റ്റ്? എന്റെ പോഡ്കാസ്റ്റ് അല്ലല്ലോ. ഓക്കെ, ഞാൻ ചോദിക്കാം. മാഹി മച്ചാൻ പ്രാങ്സ്റ്ററിന് മുന്നേ ആരായിരുന്നു? ഞാൻ ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ റേഡിയോ ജോക്കിയാണ്. ഞാൻ റേഡിയോ ഫീൽഡിൽ വർക്ക് ചെയ്യായിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ്. അപ്പോൾ എൻ്റെ ആദ്യ ജോലി അത് തന്നെയാണ്. എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് വീട്ടിൻ്റെ അടുത്ത് തന്നെ കുളിക്കാതെ നനയ്ക്കാതെ പല്ല് തേക്കാതെയും പെട്ടെന്ന് ഇറങ്ങാൻ പറ്റുന്ന, അതായത് വീട്ടിൻ്റെ വെളി ഇറങ്ങിക്കഴിഞ്ഞ് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ഉമ്മ വാപ്പാന്ന് വിളിച്ച് അവർക്ക് കേൾക്കാൻ പറ്റുന്ന ഇടത്താണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ ഒരു ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല, വീട് മിസ് ചെയ്യുന്നതോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഞാൻ പണ്ട് കാലം മുതലേ ആ വഞ്ചൂർ ഭാഗത്തൊക്കെ ലോക്കൽ ബോയാ. ഞാൻ ട്രിവാൻഡ്രംകാരനാണ്. അപ്പോൾ ഞാൻ അപ്പോൾ കുട്ടിക്കാലം ആ വഞ്ചൂർ കോടതി ആ പരിസരം കൂടെ അപ്പോൾ പോകുമ്പോഴൊക്കെ ഇങ്ങനെ വിചാരിക്കും ഇവിടെ ജോലി കിട്ടിയിരുന്നെങ്കിൽ. ദൈവം അതേപോലെ സാധിച്ചു തന്നു. പിന്നെ എഞ്ചിനീയറിംഗ് ആയിരുന്നു പഠിച്ചത് എല്ലാവരും പോലെ. പണ്ട് ഇപ്പം ഈ UPSC പ്രിപ്പയർ ചെയ്യും പോലെ, അതായത് IAS പ്രിപ്പയർ ചെയ്യും പോലെ ഇപ്പം മുട്ടിയടക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു അന്ന് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ എഞ്ചിനീയറിംഗ് പഠിച്ചു, IT ആയിരുന്നു, പാസ് ഔട്ടായി നേരെ ജോലിക്ക് കയറി. ഈ ജോലിയുടെ ഇടയിൽ നിന്നുമാണ് ഞാൻ പ്രാങ്സ്റ്ററായി മാറുന്നത്. എത്ര വർഷമായി ക്ലബ് FM 14 വർഷമായി. അതാണ് എൻ്റെ അന്നം. എപ്പോഴാണ് പ്രാങ്സ്റ്റർ ആണെന്നുള്ളത് മനസ്സിലായത്? ഞാൻ കോളേജ് പോലെ ഒരു വേട്ടാവളിയനായിരുന്നു ശരിക്കും പറഞ്ഞു. വേട്ടാവളിയൻ. ഏത് കോളേജായിരുന്നു? ഞാൻ മുസ്ലിം അസോസിയേഷൻ വെഞ്ഞാറമൂട്. അന്ന് പഠിച്ചിരുന്ന ടൈമില് ഒരു എന്താ പറയാ, അങ്ങ് ചാടി തുള്ളി നടക്കുന്ന ഒരു വേട്ടാവളിയൻ. എല്ലാവർക്കും ഇഷ്ടമാണ്. ബാഡ് വെയിലല്ല, നല്ല വെയിൽ. കമൻ്റ് അടിക്കും, കൗണ്ടർ അടിക്കും. സ്കൂളിൽ നിന്ന് ഒരു പയ്യനെ കണ്ട് റോൾ മോഡൽ ആവണമെന്ന് മനസ്സിൽ വിചാരിച്ചാണ്. അശോക് എന്ന് പറയുന്ന ഒരു ഫ്രണ്ടാണ്. അവൻ്റെ പേര് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവൻ ഭയങ്കര കൗണ്ടർ അടിയാ. അശോകിനെ പോലെ ആവണം. പിന്നെ ജിതിൻ ലാൽ അജയൻ്റെ രണ്ടാം മോഷണം ഡയറക്ടർ, ചിദംബരം മഞ്ഞുമേൽ ബോയ്സ്, നമ്മളെല്ലാം ഒരു ടീമായിരുന്നു, ഒരുമിച്ചാണ് പഠിച്ചത് സെൻറ് ജോസഫിൽ. അപ്പോൾ ആ ടൈമിൽ ഇങ്ങനെ അശോകിനെ കാണുമ്പോൾ അശോക് ഭയങ്കര കൗണ്ടർ അടി. അശോകിൻ്റെ കൗണ്ടറൊക്കെ നമുക്ക് രോമാഞ്ചോ, ഇങ്ങനെ എണീറ്റ് ഇങ്ങനെയൊക്കെ നിൽക്കും. അപ്പം അശോകിനെ പോലെ ആവണമെന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് അശോകിനെ കണ്ട് കുറേ സാധനങ്ങളൊക്കെ അടിക്കാൻ തുടങ്ങി. ക്ലാസ്സിലും വീട്ടിൽ ഇരിക്കുമ്പോഴൊക്കെ അടിക്കും. അപ്പോൾ ഏൽക്കുന്നുണ്ട് ചിലതൊക്കെ. പിന്നെ സാറുമാരും കുട്ടികളൊക്കെ ചിരിക്കാൻ തുടങ്ങി. പിന്നെ കോളേജിൽ വന്നപ്പം ചെറിയ ചെറിയ പറ്റിപ്പുകളൊക്കെ തുടങ്ങി. ടീച്ചർമാരെ പറ്റിക്കും, എക്സാം എഴുതുമ്പം പറ്റിക്കാറുണ്ട്, കൊണ്ടുവച്ച്. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പറ്റിപ്പുകൾ ജീവിതത്തിൽ ചെയ്ത് പിന്നെ അതങ്ങ് ഓഫീസിൽ വന്നപ്പം അന്ന് ഈ വ്ളോഗിങ്, അതായത് 2012 ഞാൻ കയറുന്നത് റേഡിയോ ഫീൽഡിൽ. അന്ന് എനിക്ക് 22 വയസ്സ്. ഏറ്റവും യങ്ങായിട്ടുള്ള RJ ആയിട്ട് ഞാൻ കയറാൻ. ഇപ്പം മാമനായി. അപ്പം 2012 കയറിയിട്ട് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ നിന്നപ്പോഴാണ് ഈ ലോഗൻ പോൾ, ജേക്ക് പോൾ, ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട വ്ളോഗേഴ്സാണ്. അനിയനും ചേട്ടനും ഇവർ US അറിയപ്പെടുന്ന വ്ളോഗേഴ്സാണ്. ഇവരിപ്പം ഭയങ്കര കിട്ടലൻ ടീമുകളായി. അപ്പം അവരുടെ വ്ളോഗ് കണ്ടപ്പം എൻ്റെ ക്യാരക്ടറായിട്ട് എന്തോ ഒരു സാദൃശ്യം തോന്നി. അപ്പം എനിക്കും വ്ളോഗ് തുടങ്ങണമെന്നൊരാഗ്രഹം. എന്തോ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി. സെയിം വേട്ടാവളിയൻ, അപ്പുറത്ത് US വേട്ടാവളിയന്മാർ. ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ശരി കൊള്ളാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ അമ്മ കണ്ടപ്പം ഭ്രാന്തായി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, വ്ളോഗിങ് പഠിക്കണമെന്നൊരു തീരുമാനം. അങ്ങനെ പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അവർ ഇൻ്റർവ്യൂ ചെയ്യണം. അപ്പം ഞാൻ ക്ലബ് FM ത്രൂ ഓരോ വ്ളോഗേഴ്സിനെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ തുടങ്ങി. അന്ന് ആദ്യം ചെയ്തതായിരുന്നു നമ്മുടെ എബിച്ചേട്ടൻ, ഫുഡ് അടിക്കുന്ന എബിൻ ജോസ്. പുള്ളി അടിപൊളി ഫുഡ് ബ്ലോഗറാണ്, ഒരു സൈലൻ്റ് ആയിട്ടുള്ള. പുള്ളിയെ വിളിച്ചു, പുള്ളി ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. വ്ളോഗിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എന്നെപ്പോലെ മറ്റൊരു വേട്ടാവളിയനുണ്ടെന്ന് പറയുന്നത് ട്രിവാൻഡ്രത്ത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, അത് ആരെന്ന് പറയുമ്പോൾ മാഹിൻ്റെ സെയിം എനർജിയാണ്. മാഹിന് ഇത്രയും എനർജി ഇല്ലേ റേഡിയോയിൽ? മാഹിൻ്റെ വേറൊരു കൈൻഡ് ഓഫ് എനർജി ഉള്ള. ഞാൻ പറഞ്ഞു അതാണ് കാർത്തിക് സൂര്യ എന്ന് പറയും. അന്ന് കാർത്തിക് സൂര്യ വേട്ടാവളിയൻ അവിടെ. കാരണം ഞാനും അവന് അത്രയും ബന്ധമാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിളിക്കുന്നത്. അവനറിയാം എൻ്റെ അനിയനും കുട്ടനും പോലെ. അപ്പോൾ അവൻ 5000 അന്ന് ഫോളോവേഴ്സ് ആയിരുന്നു ഞാൻ സെർച്ച് ചെയ്തപ്പോൾ. ഇവൻ്റെ മുന്നേ ഇരുന്നാണ് ഞാൻ സെർച്ച് ചെയ്തത്. അപ്പോൾ ഇവൻ അന്ന് ബ്ലാക്ക് ടിക്കറ്റ് പോലെ, അതായത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ എന്തോ കളിക്കാൻ വേണ്ടി വന്നപ്പോൾ ടിക്കറ്റ് കിട്ടാനില്ല, പക്ഷെ ബ്ലാക്കിന് കുറെ ടിക്കറ്റ് പോകുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ട് ഇവൻ വ്ളോഗ് എടുക്കുന്ന ഒരു സാധനം.
അപ്പോൾ അതാണ് ഞാൻ കണ്ടത്. ഓ ഇതാണല്ലേ ആൾ, ഓക്കെ ശരി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് അവൻ്റെ വ്ളോഗുകൾ അങ്ങനെ ആദ്യം കണ്ടപ്പോഴൊന്നും ഓക്കെ എന്ന് പറയുന്ന സാധനമായിരുന്നു. പക്ഷെ പിന്നെ കണ്ട് അവൻ നമ്മളെ ഇൻജെക്ട് ചെയ്ത പോലെ നമ്മൾ അതിൻ്റെ ട്രാക്കിലായി, ലൈക്ക് ലോഗൻ പോൾ, ജേക്ക് പോൾ. നോക്കിയപ്പോൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നുണ്ട്, കൊള്ളാം, രസമുണ്ട്, എനർജിയാണ് നമ്മളെ പോലെ. അങ്ങനെ ഞാൻ കാർത്തിക് സൂര്യ ഇന്റർവ്യൂവിന് വിളിക്കുന്നു ക്ലബ് എഫ് എം. അപ്പോൾ കാർത്തിക് സൂര്യ അന്ന് ഒരു വ്ളോഗർ മാത്രമാണ്. അപ്പോൾ കാർത്തിക് സൂര്യ എന്നെ എന്തോ വലിയൊരു ആളായിട്ടാണ് കാണുന്നത്. കാർത്തിക് സൂര്യ സ്റ്റുഡിയോയിലോട്ട് വരുന്നു. അന്ന് കാർത്തിക് സൂര്യക്ക് 50,000 ഫോളോവേഴ്സാണ്. പിന്നെ കാർത്തിക് സൂര്യയുടെ ടീമിൽ കയറുന്നു. ടീമിൽ എന്ന് വെച്ചാൽ എന്നെ അവന് മനസ്സിലായി, ഞാനും അവൻ്റെ സെയിം വൈബുള്ള ആളാണ്. അവൻ ആദ്യമായിട്ട് എന്നെ ഒരു വ്ളോഗിൽ ഇൻവൈറ്റ് ചെയ്യുന്നു, ഗസ്റ്റായിട്ട്, ഒരു സെലിബ്രിറ്റി ഗസ്റ്റായിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഞാൻ പോകുന്നു, അവിടെ നമ്മൾ അഴിഞ്ഞാട്ടം, തിന്നായിപ്പ് തിരിഞ്ഞായിപ്പ് എന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ അവൻ്റെ വ്ളോഗിൽ പോകുന്നു, അവൻ്റെ കൂടെ സെയിം വൈബായിട്ട് നടക്കുന്നു. പിന്നെ അവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നു. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറയുന്നുണ്ട്, എനിക്ക് ഇതേപോലെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ അച്ഛനെ തുടങ്ങി എന്നെല്ലാം പറഞ്ഞു. ഇപ്പം ഇവൻ എനിക്ക് ഷൗട്ട് തരും. പണ്ട് ഷൗട്ട് ഭയങ്കര സംഭവമാണ്. പണ്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്വൈപ്പ് അപ്പ് എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അവൻ വഴി കുറേ ഫോളോവേഴ്സ് ഒക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ഇതിൽ ഞാൻ പ്രാങ്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് വേറെ ഒന്നുമില്ല, ഇൻസ്റ്റാഗ്രാമിൻ്റെ ID കൊടുത്താൽ മതി. അത് കൊടുക്കാൻ വെച്ചാനെന്ന് പറഞ്ഞു. അങ്ങനെ കൊടുക്കുമ്പോൾ 1000-500 ഒക്കെ കയറുന്നുണ്ടായിരുന്നു. പിന്നെ പയ്യെ ഞാൻ എന്ത് ചെയ്തു, ഞാനൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതും എൻ്റെ ആഗ്രഹമാണ്. ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും എൻ്റെ ബർത്ത്ഡേക്ക് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. അന്ന് എൻ്റെ മൈൻഡിൽ തോന്നിയാണ് ബർത്ത്ഡേക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒരു വ്ളോഗ്, ഒരു യൂട്യൂബ്. എല്ലാവർക്കും മെയിൽ ID ഉണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം ഈസിയായിട്ട്. അങ്ങനെ എൻ്റെ അനിയൻ്റെ സഹായത്തോടെ, കുഞ്ഞമ്മയുടെ മോനുണ്ട് ആഷിഖ്, അവനും ഞാനും കൂടെ അങ്ങനെ അവൻ്റെ ബർത്ത്ഡേക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത വ്ളോഗാണ്. പലതും ട്രൈ ചെയ്തു. ആദ്യം ചുമ്മാ ഒരു ലൈഫ് സ്റ്റൈൽ പോലെ സ്റ്റാർട്ട് ചെയ്തു, കാർത്തിക് സൂര്യ പോലെ. അതും ഓക്കെ നമ്മളൊക്കെ വിചാരിക്കുന്നത് പെട്ടെന്ന് കയറി പോകുന്നതാണ്. പിന്നെ എൻ്റെ മുഖം ഒന്ന് ഫെമിലിയർ ആയി കാർത്തിക് സൂര്യയുടെ കൂടെ നടന്നപ്പോൾ. പിന്നെ 2 ഞാൻ ഇൻ്റർവ്യൂ ചെയ്ത് നോക്കുന്നു ഇതേപോലെ. 3 ഫുഡ് അടി ട്രാവൽ ചെയ്ത് നോക്കി. 4 ഇത് ചെയ്തു, പ്രാങ്ക്. അപ്പോൾ എല്ലാവർക്കും പ്രാങ്കാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പം അങ്ങനെ പ്രാങ്ക് ചൂസ് ചെയ്തപ്പം അത്യാവശ്യം ആൾക്കാരൊക്കെ എൻ്റെ ഇതായി. ഞാൻ എല്ലാവരെയും ഈ വേദനിപ്പിക്കുന്ന പ്രാങ്ക് അല്ല ചെയ്യുന്നത്, ആരെയും കരയിപ്പിക്കുന്നതായിട്ടോ. എൻ്റെ ഒരു ചെറിയൊരു കുസൃതി പോലെ കാണിക്കും. നമുക്ക് അറിഞ്ഞുകൂടാത്ത ലാംഗ്വേജ്, അത് ഭയങ്കര ഇതായിട്ട് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ആയി. അങ്ങനത്തെ കുറേ സാധനങ്ങൾ, പിന്നെ ആംഗ്യങ്ങൾ, അങ്ങനെ കുറേ സാധനങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. ആദ്യം ചെയ്ത പ്രാങ്ക് ഓർമ്മയുണ്ടോ? ആദ്യം ചെയ്യുന്നത് ഞാനൊരു കാസ്റ്റിംഗ് കോൾ പ്രാങ്കായിരുന്നു. അത് റോഡിൽ ഇറങ്ങിയിട്ട് ഞാൻ ഒരു സ്വന്തമായിട്ടൊരു കഥ ഉണ്ടാക്കിയിട്ട് ആ കഥയ്ക്കൊരു പേര് വിടുന്നു, മുട്ടപ്പപ്സ് എന്നോ അങ്ങനെ എന്തൊക്കെയാ കുറേ സാധനങ്ങൾ, കരിവണ്ടിനെ കടിച്ച എന്തോ ഒരു സാധനം, അങ്ങനെയൊക്കെ. അപ്പോൾ ഇതിൻ്റെ കഥ ഞാൻ റോഡിൽ ഇറങ്ങുന്ന ഒരു അപ്പം കണ്ടുപിടിച്ച് സിനിമയിൽ അഭിനയിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു പട്ടാളക്കാരൻ്റെ അടുത്ത് പോയി, അയാൾ വെടിവെച്ച് കൊല്ലാത്ത ഭാഗ്യം. പിന്നെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ആൻറ്റി മോളും അടുത്തും പോയി കഥ പറയുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ കൂടെ അഭിനയിക്കാൻ വേണ്ടി വരുമോ എന്നെല്ലാം പറയുന്നത്. അങ്ങനത്തെ ഒരു പ്രാങ്കായിരുന്നു ചെയ്തത്. ആ സമയത്ത് ഈ കണ്ടന്റ് ക്രിയേഷൻ വലിയൊരു സംഭവം അല്ലായിരുന്നല്ലോ. അതെ. അന്ന് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മലയാളത്തിൽ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നല്ലോ യൂട്യൂബിൽ. സുജിത് ഭക്തൻ, കാർത്തിക് സൂര്യ, എബിൻ, അങ്ങനെ കുറച്ച് പേര് നമുക്ക് എണ്ണിപ്പറക്കി എടുക്കണം. അതിന്റെ ആ ഒരു ടൈമിലാണ് എൻ്റെ ഒരു എൻട്രി. പക്ഷെ അപ്പൊ ഒരു ഫെമിലിയാരിറ്റി ഇല്ലല്ലോ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു സംഭവത്തിന്. എങ്ങനെയായിരുന്നു റിയാക്ഷൻ ഒക്കെ ആ സമയത്ത്? പക്ഷേ ഇതിനു മുന്നേ കാണിച്ചിട്ടുള്ള അത് പറയണം, നമ്മുടെ തലതൊട്ടപ്പനായിട്ടുള്ള സാബുവണ്ണൻ തരികിടയൊക്കെ ചെയ്ത് ഇവിടെ ഒരു വാട്ടർ മാർക്ക് ചെയ്തിട്ട് പോയ ഒരു വ്യക്തിയാണ്. അത്രയും കിട്ടുന്ന സാധനങ്ങളാണ് സാബുവണ്ണൻ ചെയ്തത്. TV-യിൽ ചെയ്തിട്ടുള്ള സാധനം നമ്മൾ യൂട്യൂബിൽ കൊണ്ടുവരുന്നു എന്ന് പറയുന്ന സാധനം. അപ്പം അത് ആൾക്കാരുടെ അടുത്ത് ഇപ്പം ലാസ്റ്റ് നമ്മൾ പറയും ഇങ്ങനെയാണ്, ഇതേപോലെ അവർ ചിരിക്കും, ചിലർ ചിരിച്ചങ്ങ് കളയും, ചില ഓക്കെ ഇങ്ങനെ ക്യാമറ നോക്കി പറയും, നമ്മൾ വീഡിയോ ഇടും, ഇതേപോലെ കുഴപ്പമില്ലല്ലോ, ചിലർ പറയും വേണ്ട എന്ന് പറയും. അങ്ങനെ വലിയ അടി കിട്ടുന്ന സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഇന്നേ വരെ. എനിക്ക് അങ്ങനെ ഒരു അടി കിട്ടുന്ന ഒരു സാധനം, ഒരു പെൺകുട്ടി എന്തോ ഇങ്ങനെ എന്നിട്ട് ഡിലീറ്റ് ചെയ്യണമെന്ന് എന്തോ പറഞ്ഞു. അത് ഉറപ്പായിട്ടും അവർ പറഞ്ഞ അവരുടെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് ഇടാനുള്ള അധികാരമൊന്നുമില്ല. പിന്നെ ചിലരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാം പ്രാങ്കാണ് ഓക്കെ എന്ന് പറഞ്ഞു പോകും. റീച്ച് ആകുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു കളിയാക്കൽ പോലെ തോന്നിയിട്ട് ചിലപ്പോൾ മേ ബി ഡിലീറ്റ് ചെയ്യാൻ. അങ്ങനെ വളരെ കുറവാണ്, 3%, 4% ഒക്കെ അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ. ആ സമയത്തും ഈ സമയത്തും ഉള്ള ആ പ്രാങ്ക് ചെയ്യുമ്പോൾ ഉള്ള ഒരു റിയാക്ഷൻ ഇപ്പൊ ആൾക്കാർ കുറെ ഒക്കെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടല്ലോ, ആ സ്ട്രീറ്റ് കണ്ടന്റ്. ഇപ്പം ആൾക്കാർ കൂടുതൽ തിരിച്ചറിയാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് തിരിച്ചറിയാൻ തുടങ്ങി. എനിക്കിപ്പോ പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലുള്ള അബി ആയാലും ഡാൻസിന് വേണ്ടി കണ്ടന്റിന് ഞാൻ ഒരു വീഡിയോ കണ്ടാണ്, അവന് ഒരുപാട് അലഞ്ഞിങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ടോ, തുമ്മായിരിക്കും ക്യാമറ. അപ്പോൾ അവൻ ഒരുപാട് പേരുടെ അടുത്ത് പോയി താങ്ങി പിടിച്ച് പറയുന്നുണ്ട് ഇന്ന് ഡാൻസ് കളിക്കുകയാണ്. അത്രയും കണ്ടന്റ് നമുക്ക് അവൻ ചെയ്യുന്ന കണ്ടന്റിനോടുള്ള അവൻ നീതി പുലർത്താൻ നോക്കുകയാണ്. പക്ഷെ ആൾക്കാർ സഹകരിക്കുന്നില്ല. അവരെയും കുറ്റം പറയാൻ പറ്റില്ല, അവർ 100 കൂട്ടം പ്രശ്നങ്ങളും തിരക്കിലൊക്കെ നടക്കുന്നതായിരിക്കും. ചിലർക്ക് ഡാൻസ് കളിക്കാൻ താല്പര്യമില്ല.
അപ്പം ഞാൻ അന്ന് ഇറങ്ങിയ ടൈമിലൊന്നും പൊതുവേ ഇത് ഇങ്ങനെ ഒരു സാധനം നമ്മൾ ക്യാമറ വണ്ടിക്കകത്തിരുന്ന് എടുക്കും, അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം എന്നെ ദൂരനെ കാണുമ്പോൾ ആൾക്കാർ ചിരിക്കും. അപ്പം ഞാൻ ഈ ചിരിക്കുന്നിടത്ത് പോവില്ല. അപ്പം എന്നെ ചിരിക്കാതെ ഞാൻ മുഖത്ത് നോക്കുമ്പോൾ എൻ്റെ മുഖത്ത് നോക്കുമായിരിക്കും, പക്ഷെ ചിരിക്കുന്നില്ലെങ്കിൽ എന്നെ അറിഞ്ഞൂടാന്നാണ് ഞാൻ അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഇപ്പൊ പോയി പ്രാങ്ക് ചെയ്യാറുള്ളത്. ഒരു ലിമിറ്റേഷൻ ആയി തോന്നിയിട്ടുണ്ട് ഈ ഹൈറ്റ്, ബിക്കോസ് ദൂരെ വരുമ്പോ നമുക്ക് മനസ്സിലാവും സ്ഥലം വിട്ടോ. എന്റെ അനിയൻ പറയും വിഗൊക്കെ വാങ്ങിച്ചു വെക്കാട്ടാ, വിഗ് മാസ്ക് ഒക്കെ വെച്ച് ഇപ്പൊ ഇനി അങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ ഇനി എന്തെങ്കിലും പുതിയ സംഭവങ്ങളൊക്കെ നോക്കണം. ഇപ്പം ഓൾമോസ്റ്റ് ആൾക്കാർക്ക് എല്ലാവരും ഒന്നല്ല, എന്നാലും നാട്ടുംപുറമൊക്കെ പിടിക്കണമെന്നാണ് ഞാൻ അവിടെ. അപ്പൊ നാടൻ തല്ല് കിട്ടും, എല്ലാ സാധനമാണ്. ഈ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടിരുന്നു, റോഡിൽ കൂടെ ലൈറ്റ് ഇട്ട് പോയിട്ട്. അതെന്താണ്, അത് ഞാൻ കുറച്ച് നാൾ മുന്നേ ചെയ്തതാണ്, പക്ഷെ അതിന് ഞാൻ ബീപ്പ് ഇട്ടിട്ടാണ് ഇറക്കിയത്. ഇപ്പൊ ബീപ്പിലൊന്നും കാര്യമില്ല, പച്ചക്കങ്ങ് ഇടുക. പിന്നെ ആൾക്കാർക്ക് ഒരു സന്തോഷമാണ്, എത്രയോ പേര് എന്നെ തെറി വിളിക്കണമെന്ന് അറിഞ്ഞിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഒന്ന് ഇപ്പം കമന്റിലൂടെ ഇപ്പം നമുക്കെല്ലാം പോസിറ്റീവായിട്ട് കിട്ടണമെന്നില്ല. അപ്പം അതിൽ ചിലവർക്ക് കാണും ഇവ എന്ത് തോന്നിയ ദിവസം കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ ചിലർക്കുണ്ട്, അവർക്കൊരു ആശ്വാസമാണ് ഇതൊക്കെ കാണുമ്പോൾ, കിട്ടിയല്ലോ സമാധാനമായാലും. പക്ഷേ അതിൽ നിന്ന് റവന്യൂ ഒന്നും ഇല്ല. എല്ലാവരും വിചാരിക്കും നമ്മൾ ഇൻസ്റ്റയിലൂടെ ഇടുമ്പോൾ നമുക്ക് റവന്യൂ കിട്ടുന്നുണ്ടെന്നാണ്. അത് കിട്ടുന്നത് നമ്മൾ പരസ്യം ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ. ഇൻസ്റ്റയിൽ യൂട്യൂബിലുണ്ട്, പക്ഷേ ഷോർട്സ് എന്ന് ഇട്ട് കഴിഞ്ഞാൽ ഒരു 5 മില്യൺ അടിക്കുന്ന ഷോർട്സിലൊക്കെ നമുക്ക് ഒരു $20 അല്ലെങ്കിൽ $15 ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. അതങ്ങനെയാണ്. അപ്പൊ ഈ ഇങ്ങനത്തെ കണ്ടന്റ് എനിക്കറിയാം, അത് ഉറപ്പായിട്ട് ഓടുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത് പച്ചക്കങ്ങ് ഇട്ടത്. 2 തെറി വിളിക്കുന്നുണ്ട്, ഒന്ന് മാത്രമല്ല. അത് നന്നായിട്ട് ഹെഡ്സെറ്റ് വെച്ച് കേട്ടാൽ സൂപ്പറായിട്ട് കേൾക്കാൻ പറ്റും. അത് നല്ല വലിയ തെറിയാണ്. അപ്പൊ ഞാൻ എക്സൈറ്റ്മെന്റിൽ വന്ന് ക്യാമറമാൻ കിട്ടിയൊരു തെറിയടാ എന്ന് പറഞ്ഞിട്ട് ഞാൻ എക്സൈറ്റ്മെന്റിൽ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ ഈ പെട്ടെന്ന് എക്സ്പീരിയൻസ്. ഇപ്പൊ 22 എത്ര നാളായി ചെയ്തിട്ട്? 22 വയസ്സാക്കി എപ്പോഴും എന്നെ കാണുകയാണല്ലേ. താങ്ക് യു. ആരും ഇങ്ങനെ എന്റെ വൈഫ് പോലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത്രയും വർഷം ചെയ്യുമ്പോൾ ആ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. ഈ മൊമെന്റ് ക്യാച്ച് ചെയ്താൽ പെട്ടെന്ന് റീച്ച് കിട്ടും എന്നുള്ളത് ഉറപ്പായിട്ടും അറിയാം. അങ്ങനെ മനസ്സിലാക്കാറുണ്ടോ? ഇങ്ങനെ ഇത് എത്തത്തില്ല, ഇത് ശരിയായില്ല എന്നുള്ളതും അങ്ങനെ ചിലത് തോന്നാറുണ്ട്. ചില പ്രാങ്കുകൾ ഇപ്പൊ പെട്ടെന്ന് കുറെ നാളായിട്ടിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് ചെയ്തു വരുമ്പോൾ അത് കണ്ടു നോക്കുമ്പോൾ അങ്ങനെ കുറെ സാധനങ്ങൾ ഇടാതെ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് എന്തായാലും ഇടത്തില്ല, അത് അങ്ങനത്തെ സാധനങ്ങൾ ഇപ്പം ചിലത് അവരുടെ കയ്യിൽ നിന്ന് റിയാക്ഷൻ കിട്ടില്ല. അങ്ങനെ കുറെ കഷ്ടപ്പാടുകളുണ്ട്. പിന്നെ ഞാൻ ഒരിക്കലും സ്ക്രിപ്റ്റഡ് ചെയ്യില്ല. ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ സ്ക്രിപ്റ്റഡ് എളുപ്പമാണ്, നമുക്ക് വീട്ടിൽ ഇരിക്കുന്നവരെയൊക്കെ പറ്റിക്കാൻ മറ്റേ താല്പര്യമില്ല. എനിക്ക് ആ ഒറിജിനൽ പച്ചക്ക് കിട്ടണം. മറ്റേ കിട്ടിയില്ലേ സൈക്കിളിൽ പോയപ്പോ ചേട്ടാ വരുമോ എന്നോട് തുണിയെടുക്കാൻ. എപ്പോഴെങ്കിലും ഒരു ഇത് തോന്നിയിട്ടുണ്ടോ ഈ ഡ്രസ് സാരി എടുത്തിട്ടും അങ്ങനെയൊക്കെ ചെയ്യാൻ? അങ്ങനെ ഒരു ഉളുപ്പ് എനിക്ക് ഉളുപ്പായി മാറിയ കഥ. ഉളുപ്പ് അങ്ങനെ എന്താ പറയുക, എന്ത് കാര്യം ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു സ്റ്റേജ് ഫിയർ എന്ന് പറയുന്ന സാധനം എനിക്ക് തോന്നിയിട്ടുള്ള 10ാം ക്ലാസ്സിൽ എനിക്ക് സ്റ്റേജിൽ കയറി എന്തെങ്കിലും പെർഫോം ചെയ്യണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ സ്റ്റേജിൽ കയറിയ ടൈമിൽ ഈ ഒരു സ്കിറ്റ് പോലെ ഒരു സാധനം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൈയൊക്കെ നല്ല തണുപ്പായിരുന്നു. നമുക്ക് ടെൻഷൻ കൂടും, ഭയങ്കര കൈ തണുപ്പ്. എനിക്ക് ഭയങ്കര തൊട്ട് പോകുമ്പോൾ ഫീൽ ചെയ്യും. പക്ഷെ അവിടെ ഇരിക്കുന്ന സാറുമാരെല്ലാം വന്നു അടിപൊളി സ്കിറ്റായിരുന്നു എന്ന്. അപ്പോൾ കൊള്ളാമല്ലോ, ഇത് പബ്ലിക്കിൽ കൈയടി കിട്ടുന്നുണ്ട് സാധനം. അത് പയ്യെ ചെയ്ത് ആ സ്റ്റേജ് ഫിയർ അങ്ങ് മാറ്റി. പിന്നെ കോളേജിൽ അത്യാവശ്യം അടിപൊളിയായിട്ട് അലമ്പിയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. അവിടുത്തെ പൂച്ചയ്ക്ക് വരെ എന്നെ അറിയാമായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ഈ ഡെമോ ഡേ എന്ന് പറയുന്ന സാധനമാണ്. ഡെമോ ഡേക്ക് ഞാൻ ഇതേപോലെ ഇങ്ങനെ വന്നപ്പോൾ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ആൾക്കാർ അറിയണമല്ലോ. കോളേജിൽ മാഹീൻ എന്ന് പറയുന്ന പേരറിയാം. അപ്പം ജൂനിയേഴ്സിന് മുന്നിൽ തിളങ്ങണം. എന്ത് ചെയ്യും, എല്ലാവരും മറ്റേ പാണ്ടി വേഷം, അങ്ങനത്തെ കുറേ വേഷങ്ങൾ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഷിമ്മി പെൺകുട്ടികൾ ഇന്നറായിട്ട് യൂസ് ചെയ്യുന്ന ഷിമ്മി മാത്രമായിട്ട് ഇട്ടിട്ട് ബാക്കിൽ കുറേ മുണ്ട് തിരുമ്മി കയറ്റിയിട്ട് ഒരു നിക്കറും ഇട്ട് ഞാൻ അങ്ങ് ഇറങ്ങി. അപ്പോൾ അത് ഭയങ്കര കോളേജിൽ വൈറലായിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ ഇങ്ങനത്തെ തോന്നിയാസങ്ങൾ, അതായത് കോമഡി സാധനങ്ങളാണ് അന്ന്. പക്ഷേ എല്ലാവരും അപ്പോൾ പ്രിൻസിപ്പാളിൻ്റെ മുന്നിലൊക്കെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഇങ്ങനെ ഫ്രണ്ടല്ല കാണിച്ചു, ബാക്ക് നിർത്തിക്കൊണ്ട് അങ്ങനെയൊക്കെ ഭയങ്കര, പക്ഷെ ഭയങ്കര കൈയടിയായിരുന്നു. പക്ഷെ അത് ഡെമോഡേക്ക് എന്ത് വേണമെങ്കിൽ നമുക്ക് കാണിക്കാമെന്നാണ്. അപ്പം അന്നൊക്കെ ഇങ്ങനെ കാണിച്ചതുകൊണ്ടുള്ളതായിരിക്കാം പേടി വളരെ കുറവാണ്. പക്ഷെ ചില ഇങ്ങനെ എന്താ പറയുക, നമുക്ക് കാണുമ്പോൾ ഉഫ് എന്നാ ആക്കുന്ന സാധനമില്ലേ, അങ്ങനത്തെ കണ്ടന്റുകൾ ചെയ്യുമ്പോൾ മനസ്സിൽ ആദ്യം ഒരു ചെറിയ ഇത് എങ്ങനെ വർക്കൗട്ട് അങ്ങനത്തെ ഒരു ചെറിയൊരു സാധനം വരും.
പക്ഷെ അത് ഞാൻ ഉൾക്കൊണ്ട് ഓക്കെ ഇത് ഇങ്ങനെ ക്രിയേറ്റീവായിട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് ആക്കുമ്പോൾ ആ ടെൻഷൻ അങ്ങ് പോകും. ഇപ്പം ഒരു ടെൻഷനില്ല, പക്ഷെ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ടെന്ന് പറയുന്നൊരു പ്രശ്നമാണ്. പണ്ട് സോഷ്യൽ ആങ്സൈറ്റി ഭയങ്കര കുറവായിരുന്നു, പക്ഷെ ഇപ്പം എന്തോ പ്രായമായതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഒരു പബ്ലിക്കിൽ ഞാൻ ചെല്ലുമ്പോൾ പണ്ട് എനിക്ക് 10 പേര് വന്ന് എൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ ഭയങ്കര സന്തോഷമാണ്, കാരണം ഇവരാണ് നമ്മൾ വളർത്തിയിട്ടുള്ളത്. പക്ഷെ ഇപ്പം നമ്മളൊരു പബ്ലിക് സ്പേസിൽ ഞാൻ പ്രാങ്ക് ഒന്നും ഇല്ലാതെ പോവുകയാണെങ്കിൽ പോലും മായി മച്ചാനെ എന്ന് വിളിക്കുമ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടോ, അയ്യോ അപ്പുറത്തിരിക്കുന്ന ആൾ അറിഞ്ഞല്ലോ. ഇപ്പം ഈ ഇടയ്ക്ക് ഞാനൊരു ഹോട്ടലിൽ കഴിക്കാൻ പോയപ്പം ആ ഹോട്ടലിൽ പാവം എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ പയ്യന്മാർ ഭയങ്കര എക്സൈറ്റഡ്. രാത്രി 11 മണിയാണ്, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഞാൻ തട്ട് കഴിക്കാൻ വേണ്ടി പോയാൽ അപ്പോൾ കടം നിറച്ചും തിരക്ക്. അപ്പം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അപ്പം ഈ പയ്യന്റെ എക്സൈറ്റ്മെന്റ് കാരണം ആ കട മൊത്തം കേട്ടു ശബ്ദം. അപ്പൊ എല്ലാരും എണീറ്റും ഇങ്ങനെയൊക്കെ നോക്കാൻ തുടങ്ങി. നോക്കിയപ്പോ ഞാൻ അപ്പൊ അവിടെ നിന്ന് പലരും അപ്പൊ അവിടെ നിന്ന് ഒരു ഫാമിലി എന്നെ എങ്ങോ വിളിച്ചു. അപ്പൊ ഞാൻ വാഴയിലയിൽ ഈ സാധനം എനിക്ക് അങ്ങോട്ട് പോകാൻ, ഞാൻ കഴിക്കാൻ വേണ്ടിയിരിക്കുന്നിട്ട് കഴിച്ചിട്ട് ഓ ശരി ശരി. അപ്പൊ ഇവരെല്ലാം ശ്രദ്ധിക്കുന്നത്. അപ്പൊ എനിക്കൊരു എല്ലാരും അറിഞ്ഞോടെ. അപ്പൊ പണ്ട് ആ ഇതില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്കൊരു നമ്മുടെ പ്രൈവസി ഇങ്ങനെ പോകുന്നത് പോലെ ഒരു തോന്നല്. ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോ മാണിച്ചൻ വിളിച്ചു എന്നൊരു സാധനം അങ്ങനെ എന്തോ പ്രായമായതുകൊണ്ടായിരിക്കാം മേ ബി. അപ്പൊ അതെങ്ങനെയാണ് അതിനെ ഒന്ന് നേരിടുന്നത്? ഇല്ല, അത് നേരിടാനൊന്നുമില്ല, നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഫാമിലിക്ക് എങ്ങനെയാണ് ഇതിന്റെ? ഫാമിലി ഓക്കെയാണ്. എൻ്റെ വൈഫായാലും കുഞ്ഞിന് അത് തിരിച്ചറിയേണ്ട സമയമായിട്ടില്ല, എല്ലാവരും ഓക്കെയാണ് ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കും. പക്ഷെ ഒരു തരത്തിൽ നോക്കുമ്പോൾ അഡ്വാൻറ്റേജ് ആണ്. നമ്മളിപ്പം ഒരു ഹോസ്പിറ്റലിൽ പോവാണെങ്കിലോ റോഡിൽ കൂടെ ഇന്നലെ തന്നെ പോലീസ് നിർത്തിയിട്ട് എൻ്റെ അടുത്ത് കുതിരയെ പോകുന്ന പോലീസുകൾ നിർത്തിയിട്ട് ഫാനാണ് കേട്ടോ, വീഡിയോ കാണാറുണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രൗഡ് മൊമെന്റ് ആണ്. ഇവരും നമ്മളെ വീഡിയോസ്, ഇന്നലെ തന്നെ ഒരു പോലീസ് SI എൻ്റെ അടുത്ത് നിങ്ങളുടെ സൈബർ പ്രാങ്ക് അടിപൊളിയായിരുന്നു കേട്ടോ, ഭയങ്കര രസമുണ്ട്, നിങ്ങളെ കാണണമെന്ന് ഞാൻ വിചാരിച്ചത്. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പല ഡോക്ടർമാരും നമ്മളെ കാണുമ്പോൾ നിങ്ങളെന്തിവിടെ എന്തൊക്കെയാണ് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ അക്സസ് എളുപ്പമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷവും, ഇവരൊക്കെ നമ്മളെ കാണുന്നുണ്ടല്ലോ, തിരിച്ചറിയുന്നുണ്ടല്ലോ എന്ന് പറയുന്ന സാധനം. ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് നമ്മളിപ്പോൾ അത് നമ്മളാണ് അവർക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ഫീഡിങ് പോലെ. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ അവർക്ക് ഇവരില്ലെങ്കിൽ നമ്മളില്ല, നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. സോഷ്യൽ ആങ്സൈറ്റി മാറ്റിയെടുക്കുക, ഒന്നും ചെയ്യാൻ പറ്റൂല. അതെ, പ്രാങ്കിന് ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ഫ്രെയിം ഓഫ് മൈൻഡ് എങ്ങനെയാണ്? അത് നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാരെ പറ്റിക്കാനിപ്പം. പക്ഷെ അത് കരയിപ്പിച്ചോ അങ്ങനത്തെ സാധനങ്ങളൊന്നും എനിക്ക് താല്പര്യമില്ല. ഇറങ്ങുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെ ഇറങ്ങുന്നു, ഇന്ന് കണ്ടന്റ് ചെയ്യാമല്ലോ എന്ന് പറയുന്ന സാധനം. ആ ബൗണ്ടറി എങ്ങനെയാണ് പറഞ്ഞില്ലേ, കരയിപ്പിച്ചിട്ട് പ്രാങ്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞ്, ആ ബൗണ്ടറി എങ്ങനെയാണ് അത് സെറ്റ് ചെയ്യുന്നത്? എങ്ങനെയാ ഉദ്ദേശിക്കുന്നത്? എന്നുവെച്ചാൽ ചില ആൾക്കാർക്ക് ചില കാര്യങ്ങൾ പെട്ടെന്ന് ഫീൽ ആവും, അപ്പൊ പ്രാങ്ക് ചെയ്യുമ്പോഴും അവർക്ക് ഫീൽ ആവും. ഞാൻ ഒരിക്കലും റൂഡായിട്ടല്ല പ്രാങ്ക് ചെയ്യുന്നത്. ഞാൻ ഇപ്പോഴും പറയാം, ഞാൻ ആൾക്കാരെ ഇങ്ങനെ പലരും പല രീതിയിൽ പറയുന്നുണ്ട്. ഇപ്പം ഞാൻ എന്താ പറയുക, ഞാൻ ഭയങ്കര ഫൺ വേയിലാണ് ചെയ്യുന്നത്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്ത ഇൻസ്റ്റാഗ്രാമിൽ ചോദ്യം ചോദിക്കുന്ന പ്രാങ്ക്, ഒരു ആളുടെ അടുത്ത് നിന്നിട്ട് കടുകട്ടി ചോദ്യം ചോദിക്കുന്നു, എൻ്റെ അനിയൻ അപ്പുറത്ത് അഭിനയിച്ച് മൂക്കുന്ന കൊണ്ടിയൊക്കെ ഇരിക്കുന്നു. അപ്പം എന്താ ബ്രോ എന്ന് പറഞ്ഞ് അവൻ ചോദിക്കുന്നു. എൻ്റെ ഒരു പുതിയ വർഷം വരുന്നുണ്ട്, പുതിയൊരു സാധനം. എനിക്ക് ആരെയും സിമ്പതി പിടിച്ചു പറ്റുന്ന അങ്ങനത്തെ ഒരു സാധനം വേണ്ട. കാരണം നമ്മൾ അപ്പുറത്ത് എന്താണ് ചെയ്യുന്നത് ഞാൻ ഇതിലൂടെ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ അവർക്കൊരു സന്തോഷം കൊടുക്കും ഉറപ്പായിട്ട്. അത് കഴിഞ്ഞാൽ ഉടൻ അതെങ്ങനെയാണോ എന്താണെന്നൊന്നുമില്ല, അത് ഞാൻ വീഡിയോയിൽ കാണിക്കില്ല. നമ്മൾ സംസാരിക്കും, ഒരു ഹഗ് കൊടുക്കും സന്തോഷത്തോടെ. അത് റാങ്ക് എല്ലാം കഴിയുന്നത് അത് അങ്ങനെയാണ്, സോറി പറയും. ഇതൊന്നും ഞാൻ കാണിക്കില്ല, കാണിച്ചാൽ എൻ്റെ സിമ്പതി പറ്റേണ്ട ആവശ്യമൊന്നുമില്ല. എപ്പോഴും ആ ഒരു ഫീലിംഗ് എങ്ങനെയാണ് പോസ്റ്റ് പ്രാങ്ക്? ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും ആ ഒരു എപ്പോഴും ഒരു ജോയ്ഫുൾ മൂമെന്റിലാണോ അത്? ആരും ഇതുവരെ എന്നെ തെറി വിളിച്ചിട്ടില്ല അങ്ങനെ. ഈ ഒരു സൈക്കിളിൽ പോയ ആള് രാത്രി 10 മണിക്ക് ഞാൻ ആ വേഷം ഇട്ടുണ്ടെന്ന് ആരായാലും തെറി വിളിക്കും ചിലപ്പോൾ, അതും പാലത്തിൻ്റെ അടിയിൽ. കഴക്കൂട്ടം പാലം പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ അടുത്തായിട്ട് ഇരുട്ടത്ത് ഞാൻ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ടിരിക്കുമ്പം ആരായാലും ഒന്ന് ചേട്ടാ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരായാലും ഉറപ്പായിട്ട് ഞാനായാലും ചിലപ്പോൾ കൺട്രോൾ വിട്ട് അങ്ങനെ മൊമെന്റ് ഓഫ് എന്താ സന്തോഷമില്ലേ ആ ഒരു അല്ല പ്രാങ്ക് കഴിഞ്ഞിട്ട് എന്താ ഒരു എല്ലാവരും ചിരിച്ചു കഴിഞ്ഞിട്ടുള്ള. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം പണ്ട് കിട്ടിക്കൊണ്ടിരുന്നത് യൂട്യൂബിൽ ഞാൻ വീഡിയോ ഇടും വരെ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അപ്ലോഡ് ചെയ്യണം, കറക്റ്റ് 5 മണിക്ക് ഇടണം, തംബ്നെയിൽ റെഡിയാക്കണം, അത് ഇത്. പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു പോസിറ്റീവ് കമൻസ് വായിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട്.
നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നത്, നമ്മളെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും, ഇതിന് വേണ്ടിയിട്ട് ഈ 5 മണിയാവാൻ വെയിറ്റ് ചെയ്യുന്ന അങ്ങനത്തെ കമൻറ്റ്സ് ഇപ്പോഴും സ്റ്റിൽ എത്രയോ ആൾക്കാർ എനിക്ക് പേഴ്സണലി ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലും പറയുന്നുണ്ട്, ഞാൻ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ടൈമിലായിരിക്കും താങ്കളുടെ വീഡിയോ കണ്ടിട്ടുള്ളത്. അപ്പോൾ ചില നെഗറ്റീവ്സൊക്കെ അത് ആ തിരയടിച്ച് അങ്ങ് മൊത്തത്തിൽ ആ നെഗറ്റീവ്സിനെ നശിപ്പിക്കും. അങ്ങനത്തെ കമൻ്റല്ല മെസ്സേജുകൾ എനിക്ക് വരാറുണ്ട്. പിന്നെ ഓരോ വീട്ടിലും ഫാമിലിയിലും ഹസ്ബൻഡ് ഭാര്യ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ചിരിച്ച് ഏങ്ങി ചിരിച്ചു. ഇപ്പം ഞാൻ ഓഫീസിലായാലും ആ സ്ഥലത്തൂടെ ഒക്കെ ബ്രോ നിങ്ങൾക്കൊരു അപാര കഴിവാണ് കേട്ടോ. പക്ഷെ എനിക്കങ്ങനെ തോന്നല്ല. ഞാനിങ്ങനെ ചിന്തിക്കും, ഇവർ ഊക്കാണോ എന്നെ ആക്കാണോ എന്താ എനിക്ക് മനസ്സിലാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചിന്തിക്കും. കാരണം നിങ്ങൾ അപാര കഴിവ് തന്നെയാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലും വിഷമത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ചിരിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ടെന്ന് പറയും. കാരണം ഞാൻ സംസാരത്തിലൂടെയും പലരെയും ചിരിപ്പിക്കും. എനിക്ക് ആ ഒരു നാക്ക് അറിയാം. ഇപ്പോൾ ഞാൻ എന്നെ കളിയാക്കിയെങ്കിലും ഞാൻ ചിരിപ്പിക്കും. എൻ്റെ ചുറ്റും ഇരിക്കുന്ന 10 പേരുണ്ടെങ്കിൽ ഞാൻ ഒരു 7 പേരെങ്കിലും ചിരിപ്പിക്കുമെന്ന് എനിക്കൊരു ഉറപ്പാണ്. അത് പണ്ട് തൊട്ടേ ഞാൻ ശീലിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യം അങ്ങനത്തെ കാര്യമേ ഞാൻ ചെയ്യത്തുള്ളൂ. പക്ഷെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് കമൻസും ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ പറയുമ്പോഴും. പക്ഷെ ഈ 10 പേരുണ്ടെങ്കിൽ 7 പേരെങ്കിലും ചിരിപ്പിക്കുന്ന അറിയില്ലേ, ഏറ്റവും ഡിഫിക്കൽട്ട് ആരാ ചിരിപ്പിക്കാൻ? ഇങ്ങനെ ഹ്യൂമൻ സൈക്കോളജി കുറച്ചൊക്കെ അറിയാമല്ലോ, ഈ ചിരിപ്പിക്കാൻ പറ്റുന്ന ആൾ. അല്ല, ചിരിപ്പിക്കാൻ പറ്റാത്ത ആൾക്കാർ വളരെ കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായമായ ആൾക്കാരായിരിക്കാം മേ ബി. അവർക്ക് പെട്ടെന്ന് ഫൺ വേ ഒന്നും ഈ നമ്മളടിക്കുന്ന കോഞ്ഞ എന്ന് പറയുന്ന സാധനങ്ങളൊന്നും അവർക്ക് പെട്ടെന്ന് ചെയ്യാൻ. ഏറ്റവും ചിരിപ്പിക്കാൻ പറ്റുന്നത് കോളേജിലെയും അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് കൂടുതലും ചിരിപ്പിക്കാൻ പറ്റുന്നത്. ഒരു 50 വയസ്സിന് മേളിലുള്ളവർക്ക് പെട്ടെന്ന് ഇത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. 40-50 ആ റേഞ്ചൊക്കെ വരുന്നു. ഓക്കെ. ഈ നെഗറ്റീവ് കമൻസ് വരത്തില്ലേ? ആദ്യമൊക്കെ നമ്മളെപ്പോഴും കണ്ടന്റ് തുടങ്ങുമ്പം നെഗറ്റീവ് കമൻസ് നമ്മൾ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യത്തില്ലേ? എനിക്കങ്ങനെ ഞാൻ ആ നെഗറ്റീവ് കമൻറ്റ്സ് ഇട്ടേക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഞാനൊരു പോഡ്കാസ്റ്റ് ഇട്ടപ്പോഴേ, ഓൾഡ് സ്കൂൾ ബോയ്സിൻ്റെ പോഡ്കാസ്റ്റ് ഇട്ടപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വന്ന ഒരു പോഡ്കാസ്റ്റ് ആയിരുന്നു. എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത് അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ആ ഓൾഡ് സ്കൂൾ ബോയ്സിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് കമൻറ്റുകൾ ഇങ്ങനെ വന്നു. എനിക്ക് നെഗറ്റീവ്. ഞാൻ എയറിലാണ്. പക്ഷേ എയറിലാന്ന് വെച്ചാൽ അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ ഞാൻ എയറിലാണ്. പക്ഷെ ഞാൻ എയറിലൊന്നുമില്ല, ഞാൻ ഇരിക്കുകയായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്കത് ബാധിച്ചിട്ടില്ല. ഞാൻ ഒരു കമൻറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും താൻ അവിടെ ചെന്ന് നോക്കിയാൽ ആ കമൻറ്റ് അവിടെ തന്നെ കാണും. കയറി നോക്കിയാൽ ചിലരെന്ത് ചെയ്യുന്ന ഈ നെഗറ്റീവ്സ് ഡിലീറ്റ് ചെയ്യും. ഞാൻ എന്ത് ചെയ്യും, നെഗറ്റീവിൻ്റെ താഴെ കിടക്കുന്ന പോസിറ്റീവിന് ലൈക്ക് ചെയ്യും. ഞാൻ അങ്ങനെയാണ്. ഇൻസ്റ്റാഗ്രാമിലും അങ്ങനെയാണ്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പരിധി കഴിഞ്ഞ് എന്നെ തെറി വിളിക്കുകയാണെങ്കിൽ ഞാൻ അവരെ ബ്ലോക്ക് ചെയ്യും. അതാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ ആ നെഗറ്റീവ് കമൻറ്റ് വേറെ എന്തെങ്കിലും രീതിയിൽ എന്നെ ക്രൂശിക്കുകയോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതവിടെ കിടക്കട്ടെ, ഡിലീറ്റ് ചെയ്യാനൊന്നും പോകില്ല. അതാണ് എൻ്റെ ഒരു വേ എന്ന് പറയുന്നത്. യൂട്യൂബിൽ ഇപ്പോൾ ഷോർട്സിലായാലും ഇഷ്ടംപോലെ നെഗറ്റീവ്സും ഉണ്ട്. അതെല്ലാം അവിടെ തന്നെ കിടക്കുന്നു. നെഗറ്റീവ് കമന്റ്സ് ആണല്ലോ അല്ലേ? അതെ, നെഗറ്റീവ് കമന്റ്സ് വായിക്കും. പക്ഷെ അത് കേട്ടിലും ഡൗൺ ഒന്നും ആയി പോകില്ല. ഞാൻ ഇപ്പോൾ എൻ്റെ അനിയനെ ഇടയ്ക്ക് എന്തോ ഇവൻ ഈ പോഡ്കാസ്റ്റിലുണ്ടായി, ഇവ ഉണ്ടെങ്കിൽ ഈ പോഡ്കാസ്റ്റേ തീർന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ അനിയനെ കുറ്റം പറഞ്ഞു. ഞാൻ അത് കമന്റ് നമ്മൾ ഗ്രൂപ്പിലൊക്കെ ഇട്ട് ചിരിയാണ്. അപ്പൊ അങ്ങനെയൊക്കെ രസമായിട്ട് പോകും. ഈ ഇൻസ്പിറേഷൻ എവിടെ നിന്നാണ്? ഈ പ്രാങ്കിന് ഇത്രയും ഐഡിയാസ് വേണമല്ലോ. ഓരോ ദിവസം ഓരോ പുതിയ പ്രാങ്ക് ചെയ്യാൻ, ആൾക്കാർ കാണാത്ത പ്രാങ്ക് ചെയ്യാൻ. എങ്ങനെയാണ് ഈ ഐഡിയാസ്? കണ്ടന്റ് തന്നെയാണ്. മറ്റുള്ളവർ കണ്ടന്റ് ചെയ്യുന്നതിന് അതിനെ കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ അതുമായിട്ട് കോപ്പി ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനെ ഇൻസ്പയർ ചെയ്ത് ചെയ്യുക. എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ കാണുമായിരിക്കാം. ഇന്ന കണ്ടന്റ് ക്രിയേറ്ററിനെ പോലെ ചെയ്താൽ കൊള്ളാം. ആ ഒരു ഐഡിയ എടുത്തിട്ട് നമ്മളൊന്ന് മാറ്റി പിടിക്കുക, അതിലെന്തെങ്കിലും ഒന്ന് മാറ്റി പിടിക്കുക. അതിന് സെയിം വേ കോപ്പി ചെയ്യാന്ന് പറയുന്നത് ചില എൻ്റെ ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ട്. എൻ്റെ ട്രേഡ് മാർക്ക് ഐഡിയ ആണ് ഞാൻ ഈ മനസ്സിലാവാത്ത രീതിയിലുള്ള കോളേജ് മുതലേ ഞാൻ സംസാരിക്കുന്ന സാധനം. അത് പണ്ട് കോളേജിൽ തൊട്ട് തുടങ്ങിയതാണ്. അതെൻ്റെ ട്രേഡ് മാർക്ക് തന്നെയാണ്. പിന്നെ ഈ ആംഗ്യം കാണിക്കലും എല്ലാം പലരും പല വേയിലൊക്കെ കാണിച്ചിട്ടുണ്ട്, ഇല്ലയെന്നല്ല. അപ്പോൾ പല പ്രാങ്ക്സ്റ്റേഴ്സിനെയും ഞാനിങ്ങനെ എൻ്റെ മൊബൈലിൽ വരും, നോക്കും. ഇപ്പം തന്നെ എത്രയോ കുറേ അധികം ട്രിവാൻഡ്രത്ത് ചെയ്യുന്നവരുണ്ട്, കുറേ ആൾക്കാരുണ്ട്. ചിലപ്പോൾ നമ്മളെക്കാട്ട് ഫോളോവേഴ്സ് കുറഞ്ഞവരായിരിക്കും, അവരും അടിപൊളിയായിട്ട് കണ്ടന്റ് ചെയ്യുന്നവരാണ്. അവരുടെ കണ്ടന്റ് ചിലപ്പോൾ ഇൻസ്പയർ ആയിട്ട് ഞാൻ ചിലപ്പോൾ അതിനെ മാറ്റി പിടിക്കാനൊക്കെ നോക്കും. കൊളാബ്സ് വന്ന് തുടങ്ങിയത് എപ്പോഴാണ് ഇൻസ്റ്റഗ്രാം ഒരു മോണിറ്റൈസേഷനിലേക്ക്? ഇൻസ്റ്റഗ്രാം മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എൻ്റെ ഒരു കൂട്ടുകാരൻ കണ്ണു വെച്ചതിന് ശേഷം അവൻ എന്നെ വിളിച്ചു വെച്ചിട്ട് മോണിറ്റൈസേഷൻ കിട്ടി തുടങ്ങി വെച്ചാൽ ഞാൻ പറഞ്ഞു കിട്ടി തുടങ്ങി. അന്ന് അവൻ ചോദിച്ച് 2 ദിവസം കഴിഞ്ഞപ്പം പോയി.
അത് പോയി. അത് മൊത്തത്തിൽ അവനെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അവനും അത്യാവശ്യം അടിപൊളി. അന്തു ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യുന്നു. പണ്ട് ഞങ്ങൾക്കും പറയാനുണ്ട് മാതൃഭൂമിയിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അവതാരകൻ. അപ്പൊ അവൻ ചോദിച്ചതിന് ശേഷം അടുത്ത ദിവസമായപ്പോൾ അത് നിലച്ചു. 3 മാസം മോണിറ്റൈസേഷൻ ഉണ്ടായിരുന്നു. അതെന്തോ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കിയാണ് ഇൻസ്റ്റഗ്രാം ഇങ്ങനെ ഒരു സാധനം. അപ്പൊ ഞാൻ അതിൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു. 3 മാസം ഒരു റവന്യൂ വന്നിട്ടുണ്ട്, ചെറിയ രീതിയിലൊക്കെ റവന്യൂ. ഇപ്പം അതുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ അത് നിർത്തലാക്കി. കൊളാബ്സ് ഒക്കെ ഞാൻ 2012 ഞാൻ യൂട്യൂബ് ചാനൽ 2019 ആയപ്പോൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നു. 2019 ഒരു 6 മാസം 7 മാസമൊക്കെ ആയപ്പോൾ തന്നെ കൊളാബുകളൊക്കെ യൂട്യൂബിൽ കിട്ടാൻ തുടങ്ങി. ഇൻസ്റ്റാഗ്രാം എങ്ങനെ ഇത് കത്താൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബ് കൊറോണ ഒക്കെ കഴിഞ്ഞപ്പോൾ യൂട്യൂബിൻ്റെ ഒരു സാധനം അങ്ങ് കുറഞ്ഞു തുടങ്ങി. പിന്നെ ആൾക്കാർക്കൊക്കെ ഷോർട്സ് വീഡിയോ അങ്ങനെ സാധനമായി. അപ്പോൾ യൂട്യൂബ് എൻ്റെതൊന്ന് കല്യാണം കഴിഞ്ഞ് ഞാൻ പിന്നെ തിരക്ക് ഭാര്യയെ നോക്കണം, കുടുംബം നോക്കണം, പിന്നെ ഇത് അതുപോലെ തന്നെ ജോലി ചെയ്യണം. ഇതെല്ലാം കൂടെ ഭ്രാന്താവും നമുക്ക് ഭയങ്കരമായിട്ട്. ഒരുമിച്ച് എല്ലാം കൂടെ കൊണ്ടുവരണ്ടേ. അപ്പോൾ ആ സമയമായപ്പോൾ ഉഴപ്പാൻ തുടങ്ങി. യൂട്യൂബിൻ്റെ ശ്രദ്ധ അങ്ങ് കുറഞ്ഞപ്പോൾ അവിടെ അത് അനങ്ങാതിട്ടിരുന്ന ഒരു വീഡിയോ ഇട്ടാലും വലിയ റീച്ചൊന്നും ഇല്ലാതെ. പിന്നെ അതൊരു സൈഡിലൊരു പൊടിയടിച്ച് എനിക്ക്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടന്റ് ഇട്ടുന്ന 1 million ഒക്കെ അടിച്ചു പോയേനെ. കാരണം ആ ഒരു 2021-22 ആയപ്പോൾ തന്നെ 6-7 ലക്ഷം സബ്സ്ക്രൈബേഴ്സായി. അത് അനങ്ങാതെ അവിടെ ഇട്ടേക്കായിരുന്നു. 6 ലക്ഷം എന്തോ ഉണ്ടായിരുന്നു. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺസെൻട്രേഷൻ. അതായത് പഴയ യൂട്യൂബിലെ വീഡിയോസ്, പ്രാങ്ക് വീഡിയോസ് ചുമ്മാ കട്ട് ചെയ്ത് ഇട്ടുകൊണ്ടിരുന്നപ്പം ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് മെയിൽ വന്നു, നിങ്ങൾക്കൊരു മാനേജറിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ വെച്ചത് ഫേക്ക് ആണെന്നൊക്കെ വിചാരിച്ചു. സ്പാം ആണോ, അതെന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ ഒരു പേരൊക്കെ വെച്ചിട്ട് പുള്ളി എനിക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി. ഞാൻ പുള്ളിക്ക് നമ്പറോട് പുള്ളിയെ വിളിക്കാൻ തുടങ്ങി. മാഹിൻ ഇങ്ങനെ വീഡിയോ ഇടും. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ ഇനി 1 മാസത്തേക്ക് നിങ്ങളുടെ മാനേജറായിരിക്കും. ശരി, ഓക്കെ, തള്ളുന്നല്ല കേട്ടോ, അതുള്ളതാണ്. അങ്ങനെ 1 മാസം അവർ പറഞ്ഞു ഇങ്ങനെ 1 മാസം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിനെ വളർത്തേണ്ട. അപ്പം ഇൻസ്റ്റാഗ്രാം ഒന്ന് കയറി വരിക, പച്ച പിടിച്ച് വരികയാണ് ആ ടൈമിൽ. അപ്പോൾ നമ്മുടെ കണ്ടന്റും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് പഴയ പ്രാങ്കൊക്കെ ഇട്ടപ്പോൾ റീച്ച് വന്നു തുടങ്ങി. 50,000-30,000 ഒക്കെ കയറി വരുന്നുണ്ട്. ഫ്രീക്വന്റ് ആയിട്ട് ഇടാൻ പറഞ്ഞു. അതായത് 2 ദിവസം റീലിട്ട് കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം പോസ്റ്റ് ഇടുക, ലൈവ് സ്റ്റോറീസ് ഇടണം, ആക്റ്റീവ് ആക്കിക്കൊണ്ടേ ഇരിക്കുക. എല്ലാ ദിവസവും സ്റ്റോറി ഇടാൻ പറഞ്ഞു, ടാഗ് കൊടുക്കുക, #ടാഗ് കൊടുക്കുക. അപ്പോൾ അവർ പറയുന്നത് പോലെ ചെയ്തു തുടങ്ങി. ചെയ്ത് വന്നപ്പോൾ റീച്ച് കൂടാൻ തുടങ്ങി. പഴയ വീഡിയോസ് ഇട്ടിട്ട് വന്നിട്ട് പുതിയതായിട്ട് ഇപ്പം ചെയ്യുന്ന വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിലിടും, ഫേസ്ബുക്കിലിടും, യൂട്യൂബിലിടും. ജില്ല വിട്ട് കളിച്ചിട്ടുണ്ട്. ജില്ല വിട്ട് കോഴിക്കോട് പോയിട്ടുണ്ട്. പലരും കൊല്ലത്തോട്ട് വിളിക്കുന്നുണ്ട്. കൊല്ലം എന്തോ സ്പെഷ്യൽ ഉണ്ടെന്ന് തോന്നുന്നു. കൊല്ലത്തോട്ട് കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞു. നല്ല രസമാണ്. കോഴിക്കോട് പോയി പ്രാങ്ക് ചെയ്തു SM സ്ട്രീറ്റില്. കൊച്ചിയിൽ ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് രസമുണ്ടായിരുന്നു. സെൽഫി പ്രാങ്ക് ആയിരുന്നു. സെൽഫി എന്ന് വെച്ചാൽ ഞാനിങ്ങനെ പോയി നിന്നിട്ട് അവരുടെ റിയാക്ഷൻ എടുക്കുന്നു. ഇപ്പൊ ചിലരിങ്ങനെ പെട്ടെന്ന് ചിരിച്ചോണ്ടിങ്ങനെ സാധനം എടുക്കുന്ന അങ്ങനെയൊക്കെ കിട്ടും. ഭയങ്കര രസമാണ്. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. അഭി കോഴിക്കോട് പോയിട്ട് ഫ്ലോപ്പ് ആയത്. ഭയങ്കര വിഷമമായി പോയി. ഭയങ്കര അല്ല, അത് മറ്റേ തൃശ്ശൂരായിരുന്നു, ഇത് കോഴിക്കോട്. അപ്പൊ അവർക്ക് കണ്ടന്റ് ക്രിയേഷൻ അങ്ങോട്ടേക്ക് ആയിട്ടില്ല. കോഴിക്കോട് ഭയങ്കര എന്താ പറയാ, സോഷ്യൽ മീഡിയ ഭയങ്കര പ്രണയിക്കുന്ന ആൾക്കാരാണ്. നമ്മളൊന്ന് രാത്രിയൊക്കെ ജസ്റ്റ് ഒന്ന് ആ ബീച്ച് സൈഡിൽ കൂടെ ഇറങ്ങിയ ആൾക്കാർക്കൊക്കെ നമ്മൾ അറിയാം. കോഴിക്കോട്, മലപ്പുറം, എനിക്ക് മലപ്പുറം, തിരൂർ ആ സൈഡിൽ ഭയങ്കര ഫോളോവേഴ്സ് ആയിരുന്നു. യൂട്യൂബ് അവർ ഭയങ്കര ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്, ഈ മലപ്പുറം, തിരൂര് ആ ഭാഗത്തൊക്കെ. അബിയൊക്കെ പോയി കഴിഞ്ഞാൽ അബിയൊക്കെ നന്നായിട്ട് തിരിച്ചറിയുന്ന ആൾക്കാരൊക്കെ. പിന്നെ ഞാൻ തായ്ലൻഡ്, സിംഗപ്പൂർ, മലേഷ്യ എവിടെയൊക്കെ പോയി പ്രാങ്ക് ചെയ്തിട്ടുണ്ട്, വെളി രാജ്യങ്ങൾ. അതോ അപ്പോൾ പിന്നെ അടി കിട്ടിയാലും ആരും കാണുന്നില്ലല്ലോ മലയാളികൾ. അവിടെ നിന്ന് തന്നെ നമുക്ക് പോലീസ് വരുന്നു, അറസ്റ്റ് ചെയ്യുന്നു. പിന്നെ അവിടെ കിടന്ന് ആരറിയാൻ പോകുന്നു ഇതൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നും അറിയാൻ പാടില്ല, വേറെ ആരും ഭാഷ അറിയാത്ത രാജ്യം. ഇത്ര വട്ടം എന്ന് പറയണോ? ഒന്നുമില്ല അങ്ങനെയൊന്നും നടന്നിട്ടില്ല. പക്ഷെ അതും ഫൺ വേയിലാണ് ചെയ്തിട്ടുള്ളത്. കുറെ കുട്ടികളൊക്കെ അവിടെ പോയി പറ്റിച്ചിട്ടൊക്കെ. ഈ കുട്ടികളെ പറ്റിക്കുന്ന എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണെന്ന് തോന്നല്ലേ. ഒരു ദിവസം എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന 2 പയ്യന്മാർ റോഡിൽ കൂടെ വന്നു. അപ്പം ഞാൻ ഒരു വഴി എവിടെയാണ്? അപ്പോൾ അമ്മര് വഴി എവിടെയാണ്? 2ാമത് ആ വഴി പേര് കിട്ടൂല, ഞാൻ അപ്പോൾ തോന്നുന്ന പേരാണ് പറയണത്. അമ്മര് ചേട്ടൻ പറഞ്ഞ വഴിയുടെ പേര് പറയാം. അപ്പം ഞാൻ ഇങ്ങനെ ആയിപ്പോ പെട്ടെന്ന്. അപ്പം നമുക്ക് പറയാൻ പറ്റൂല. അമ്മര് തിരിച്ചു ചോദിച്ചില്ല. അമ്മര് ഞാനേ
പിള്ളേർ പിടുത്തക്കാരനാണ്, ഞാൻ പിടിച്ചോണ്ട് പോകാൻ പറഞ്ഞ ഓ ചുമ്മാ ഇല്ല സത്യമാണ്, ഞാൻ ഇപ്പൊ കാണിച്ചു തരാതെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത് ഓടി തള്ളിയാണ്. അതൊരു 5-6 മില്യനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം താഴെ നിന്നൊരു ആന്റി വണ്ടി നിർത്തിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കും, കാരണം ഇവര് തട്ടിക്കൊണ്ട് പോകുന്നുണ്ടോ, തട്ടിക്കഴിഞ്ഞാൽ അപ്പം വിളിച്ച് പറയണമല്ലോ. അതെന്നെ ഞാൻ പറഞ്ഞു ചുമ്മാ ഇത് ഞാനിങ്ങനെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ചിരിച്ച്. അപ്പം ആ പയ്യന്റെ ഫാമിലി എന്നെ കുറെ പേര് കണ്ടിട്ടൊക്കെ ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയച്ച് നേരിട്ട് കണ്ടപ്പോഴൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആ പയ്യനാണ് എന്താ പറഞ്ഞു. ഇതിലൂടെ കുറെ പേര് ഫേമസ് ആവും, വൈറലാവാൻ. അതെ അതെ അങ്ങനെ സാധനം. വീട്ടിൽ എങ്ങനെയാണ്? വീട്ടിൽ ഞാൻ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഭയങ്കര ഫണ്ണാണോന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, എന്നാലും ഫണ്ണാണ്. സമയമില്ല, കാരണം ഓടി നടക്കുന്ന ഒരു വ്യക്തിയാണ്. മീഡിയ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് ഒരു 7 മണി 8 മണിയാകുമ്പോൾ വരും വീട്ടിൽ. 8 മണി, ഇപ്പം 8 മണി, നേരത്തെ പണ്ട് 7 ആയിരുന്നു. ഇപ്പോൾ 8 മണി വീട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ റൂമിൽ കയറും, കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും, ചായ കുടിച്ചിരുന്നിട്ട് ഇറങ്ങും, ജിമ്മിൽ പോവും. ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഭയങ്കര ഫണ്ണൊന്നുമല്ല, എന്നാലും കുറച്ച് സീരിയസ് ആയിട്ടുള്ള. വീട്ടുകാരെങ്ങനെയാണ്? ഉമ്മ ഭയങ്കര വടിവേലോ അമ്മ. ഉമ്മ ഭയങ്കര കോമഡിയാണ്. ഉമ്മാരെ കോമഡിയാണ് എനിക്ക് കിട്ടിയെന്ന് തോന്നുന്നു, കാരണം ഭീകര കോമഡി കാര്യമാണ്. വാപ്പ കുറച്ച് സീരിയസ് ആണ്. വാപ്പ പണ്ട് ഈ കോമഡി ഒന്നും അക്സെപ്റ്റ് ചെയ്യുന്ന ആളല്ല. ഞാൻ ഫ്രണ്ട്സിനെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്ന് അക്സെപ്റ്റ് ചെയ്യുന്ന ആളൊന്നുമല്ല, ഭയങ്കര ടെറർ ആളാണ്. പക്ഷെ എനിക്കൊരു ജോലി കിട്ടിയപ്പോൾ പുള്ളിയുടെ മാറ്റം ഞാൻ മനസ്സിലാക്കി. ചേഞ്ച് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ നിൽക്കുന്ന ആൾ സ്വിച്ച് ഇട്ടോ അല്ല ഇങ്ങനെ മാറും, പിന്നെ ഒന്നും പറയില്ല. അത് എഞ്ചിനീയറിംഗ് റിലേറ്റഡ് വർക്ക്. എഞ്ചിനീയറിംഗിന് ഞാൻ നിക്കറിട്ട് കോളേജിലൊക്കെ ഡാൻസ് കളിച്ചിട്ടുണ്ട്. അബിയുടെ ഡാൻസ് ഒന്നുമല്ല, എന്റെ ഡാൻസ് ഒക്കെയാണ് ഡാൻസ്. പിന്നെ അബിയൊക്കെ മാറി നിൽക്കുക എന്റെ കോളേജ്. അബി അതെന്താന്നറിയാമോ, അബിയും ഞാനും വേറെ ജില്ലകളിലാണ് ഡാൻസ്. അബി നല്ല സ്റ്റാൻഡേർഡ് ഡാൻസ്, ഞാൻ കോക്കറി ഡാൻസ്. മനസ്സിലായില്ലേ? അബിക്ക് ഈ ഡാൻസും പറ്റും. അപ്പോൾ ആ ഡാൻസ് ആണ് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടമെന്ന് തോന്നുന്നു. ഞാൻ കോളേജിൽ കളിച്ചപ്പോൾ വേറെ കോളേജിലെ പെൺകുട്ടികളൊക്കെ കാണാൻ വേണ്ടിയിരുന്നു നമ്മുടെ കോളേജ്. അതായത് ഈ നിക്കർ, ഇത്രയുള്ള നിക്കർ വെറുമൂടെ ഇട്ട് കോളേജ് സ്റ്റേജ് ചെയ്യുന്നത്. അപ്പൊ അച്ഛനെ വിളിച്ച് പ്രിൻസിപ്പാൾ PTA മീറ്റിങ്ങിന് പറഞ്ഞു, മോൻ നിക്കർ ഇട്ടിട്ടാണ് ഡാൻസ് കളിച്ചെന്ന് പറഞ്ഞ് ഫോട്ടോ കാണിച്ചു കൊടുത്തു. ബാപ്പ അത് നിക്കറിനെ ജട്ടിയാക്കി. അപ്പം നമുക്കൊരു ഫാൻസി ഷോപ്പൊക്കെ ഉണ്ട് സ്റ്റാച്യു. അപ്പം ഇങ്ങനെ കടയിൽ നിന്നപ്പോൾ ഞാനും ഉമ്മയും കസ്റ്റമേഴ്സൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഇവൻ ജട്ടിയിട്ട് സ്കൂളിൽ ഡാൻസ് കളിക്കാൻ, കോളേജ് ഡാൻസ് കളിക്കാനാണ് എല്ലാവരും പിന്നെ ഇങ്ങനെ തകർന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു മടിയും കൂടാതെ വഴക്ക് പറയുന്ന ഒരാളാണ്. എൻ്റെ കടയുടെ ഫ്രണ്ടിൽ നിന്ന് ഞാനൊരു 5 ഫ്രണ്ട്സായിട്ട് സംസാരിച്ച് ഉറക്കെ ചിരിക്കുകയാണെങ്കിൽ വാപ്പ വെളി വരാണെങ്കിൽ ഈ 5 ഫ്രണ്ട്സിൻ്റെ ചെരുപ്പ് മാത്രമേ അവിടെ കാണുള്ളൂ. പിന്നെ ഞാൻ തിരിഞ്ഞു വാപ്പ ദേശത്തിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനത്തെ ഒരു മനുഷ്യനൊക്കെ സ്വിച്ച് ഇട്ട പോലെയൊക്കെ മാറി. അതും കോമഡി ഫീൽഡിലേക്ക് വന്നപ്പം വാപ്പേനെ ചിരിപ്പിക്കാൻ പറ്റിയോ? വാപ്പ വ്ളോഗൊക്കെ കാണും. വാപ്പാക്ക് ഉമ്മ വ്ളോഗൊക്കെ ഇട്ട് കൊടുക്കും. ഫാമിലിയിൽ കുറച്ച് പേർക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. അപ്പം ഞാൻ റേഡിയോ ഫീൽഡിൽ കയറിയപ്പോൾ തന്നെ ഇതെന്ത് ജോലിയാണ് എന്നൊക്കെ, ഇത് ചുമ്മാ മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ട് സംസാരിക്കുന്നൊന്നുമല്ല. അതും ഞാൻ വലിയൊരു ബ്രാൻഡ് എന്ന് പറയുന്നത്, വലിയ ബ്രാൻഡിൻ്റെ കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, മാതൃഭൂമി എന്ന് പറയുന്നത്. അപ്പം അവരുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന, ഞാൻ പറയും യൂട്യൂബാണോ വലുത് മാതൃഭൂമിയാണോ വലുതെന്ന്, ഞാൻ മാതൃഭൂമി എന്ന് പറയുള്ളൂ. അത് എപ്പോഴും ഞാൻ എല്ലാ ഇൻ്റർവ്യൂസിലും, അത് ഏത് ഇൻ്റർവ്യൂ എടുത്ത് നോക്കിയാലാണ്. കാരണം എനിക്ക് ഡെയിലി മാസം എനിക്ക് അന്നം തരുന്ന അത് മാത്രമേ ഉള്ളൂ. ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര നാള്, ചിലപ്പം ഒരു മാസമായിരിക്കാം കണ്ടിന്യൂസ് പരസ്യം കിട്ടുന്ന, ചിലപ്പം അടുത്ത മാസം കിട്ടണമെന്നില്ല. നമ്മൾ ഇതെല്ലാം കളഞ്ഞിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. പക്ഷെ അതൊന്നുമില്ല, നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നമുക്ക് മാസം സ്റ്റേബിളായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ബ്രാൻഡ് എന്ന് പറയുന്ന ഒരു വലിയ വാപ്പ ഈ ജോലി കിട്ടി. അപ്പം ഈ റേഡിയോ ഫീൽഡിൽ വർക്കിയപ്പോൾ ആൾക്കാർക്ക് വീട്ടുകാരെ വേറെ ജോലി നോക്കില്ല, എന്നാൽ അവർ വേറെ ജോലി വാങ്ങിച്ചു തരട്ടെ. ഇത് ഞാൻ ചെയ്യുന്ന ജോലി, ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് എൻജോയ് ചെയ്ത് ജോലിയാണ്. അതാണ് ഞാൻ ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കോളേജ് വൈബിലോടെയാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാപ്പ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷെ വാപ്പയെ കുത്തിത്തിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേരൊക്കെ ഇങ്ങനെ എന്താണ് കാണിക്കുന്നത്, ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നടക്കുമോ, ശരിയാവോ, നെവർ മൈൻഡ്. മോൻ്റെ ഇഷ്ടമല്ല. വാപ്പ ചിരിപ്പിച്ചിട്ടുണ്ട്, വാപ്പ ചിരിച്ചു നിന്നിട്ടുണ്ട്. ഞാൻ വാപ്പ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് ചിരിപ്പിച്ച കാർത്തിക് സൂര്യ എൻ്റെ കല്യാണത്തിന് വന്ന് ജട്ടി വിറ്റപ്പോഴും, റിസപ്ഷന് ഒരു വലിയ, അത് പറയുന്നില്ല, ചിലപ്പോൾ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, ഒരു വലിയ പല്ലക്കിലൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോഴും ഇതെൻ്റെ ഫാമിലി ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്തു. കാരണം അത്രയും നേരം ഇരുന്ന ഫാമിലി കുറച്ച് എനർജിയായി കണ്ടത് കാർത്തിക് സൂര്യ വന്ന വൈബ് കണ്ടപ്പോഴും. അപ്പം വാപ്പയൊക്കെ അത് ഭയങ്കര ചിരിച്ച് എൻജോയ് ആയിരുന്നു. വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ
ആരും ഒന്നുമില്ല. ചിലർ കുറ്റങ്ങൾ പറഞ്ഞവർ പിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി തന്നെ. കൊള്ളാമല്ലോ, റീച്ച് ഉണ്ടല്ലോ, ഓ നൈസ്, ആൾക്കാർ തിരിച്ചറിയുന്നുണ്ടല്ലോ. ഹൗസ് ഹോൾഡ് നെയിം ആയപ്പോഴാണ്. അതെ അതെ, ഞാൻ റേഡിയോയിലാണ് ഞാൻ മച്ചാൻ എന്ന് പറയുന്ന പേര് 2012 ഞാൻ റേഡിയോ കയറിയപ്പം 12 പകുതിയായപ്പോൾ തന്നെ എനിക്ക് മച്ചാൻ എന്ന പേര് വന്നു. കാരണം ഞാൻ ഈ ക്ലബ് മേറ്റ്സ് എന്ന് പറയുന്ന ഷോ ചെയ്തത്. ഇപ്പം ഷോ നെയിം ഒന്നുമില്ല ക്ലബ് FM റേഡിയോയിൽ. ഇപ്പം നമ്മൾ നടത്തുന്ന ഷോ മായി മച്ചാൻ ഷോ, ഒലീന ഷോ, അങ്ങനെ ഒലീനല്ല ആമി ഷോ, ആ ഒലീനയുടെ മറ്റൊരു പേരാണ് ആമി ഷോ, സുകന്യ ഷോ, അങ്ങനെ നമ്മുടെ RJs ഉണ്ട്. നേരത്തെ അങ്ങനെയല്ലായിരുന്നു, നേരത്തെ ഓരോ പേരുകളുണ്ടായിരുന്നു. അപ്പോൾ ക്ലബ് മേറ്റ്സ് ഞാൻ തുടക്കത്തിൽ ഈ രാത്രി 7 to 10 മണി വരെയാണ് ഷോ ചെയ്തുകൊണ്ടത്. അപ്പം ഞാൻ ഈ സ്കൂളും കോളേജും ഒക്കെ പോകും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് ഈ 10 പേര് ഇരുന്ന് 7 പേരെ ചിരിപ്പിക്കാൻ. ഞാൻ കോളേജിലൊക്കെ പോയിട്ട് ഗ്രൂപ്പായിട്ട് ഗ്യാങ്ങിനെ നിർത്തി കോഞ്ഞ അടിച്ചു വിടും, ഇന്റർവ്യൂ എടുക്കും, വരും. അവർ ഭയങ്കര ഈ റേഡിയോ കീനായിട്ടൊക്കെ കേൾക്കുന്നവരാ. കാറിൽ റേഡിയോ കേൾക്കുന്നവര്, ഹോസ്റ്റലില് മൊബൈലിലൊക്കെ FM ഉണ്ടായിരുന്നു. ഇപ്പം FM ഒന്നും ഇല്ല മൊബൈലിൽ. ഹോസ്റ്റലിൽ നിന്നൊക്കെ വിളിക്കും, ചേട്ടാ ആരാധകരാണെന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പം അതൊരു സംഭവം. അപ്പം ഇങ്ങനെ കോളേജിൽ ഇപ്പം മച്ചാനെ എന്ന് വിളിക്കാൻ തുടങ്ങും ആൾക്കാർ. അപ്പം അതാണ് ആ പേരിനോട് ചേർന്നത്, മാഹീൻ മച്ചാൻ. അല്ലാതെ ഈ വ്ളോഗിങ്ങിന് വേണ്ടിയിട്ടിട്ട പേരല്ല, ആ റേഡിയോ നെയിമാണ് മാഹീൻ മച്ചാൻ. ആദ്യമേ വ്ളോഗേഴ്സിനെ വിളിച്ച് ഇന്റർവ്യൂ ചെയ്യുന്നറിഞ്ഞില്ലായിരുന്നു ഷോയിൽ. അപ്പം ആ സമയത്തെ ഇത്രയും ഫ്രീഡം ഉണ്ടായിരുന്നോ റേഡിയോയിൽ വർക്ക് ചെയ്യുമ്പോൾ? ഇങ്ങനെ നമുക്ക് തന്നെ കണ്ടന്റ് അല്ല, നമുക്ക് വേണ്ടിയിട്ടല്ലല്ലോ വിളിക്കുന്നത്. നമുക്ക് വേണ്ടിയിട്ടെന്ന് വെച്ചാൽ ഞാൻ കൂടുതൽ അതിനെപ്പറ്റി പഠിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്കും റേഡിയോയിലൊരു കണ്ടന്റ് ആണ്. കാരണം ഒരു ഗസ്റ്റാണ്, ഈ വ്ളോഗിങ് എങ്ങനെയാണ്, വ്ളോഗിങ് കയറി വരുന്ന ടൈമാണ്, അതിനെ പറ്റിയിട്ട് റേഡിയോയിൽ ഒരു ഇൻ്റർവ്യൂ ഇടുമ്പോൾ അതൊരു കണ്ടന്റാണ്. നമ്മുടെ റേഡിയോസിൻ്റെ പ്രത്യേകത എന്താ, നമ്മൾ ബ്ലാ 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 അല്ല മൈക്ക് ഓൺ ചെയ്തിട്ട്. നമുക്ക് ഡെയിലി ഒരു ഗസ്റ്റ് നമുക്ക് മസ്റ്റാണ്. അത് ട്രിവാൻഡ്രം റിലേറ്റഡ് ഗസ്റ്റ് ആയിരിക്കണം എന്ന് പറയുന്ന സാധനം. അത് കിട്ടിയില്ലെങ്കിൽ മാത്രം പുറത്തുള്ളവരെ നോക്കുക, അതർ ജില്ലാസ്. അല്ലെങ്കിൽ രാവിലെ വന്ന് 5 പത്രം വായിക്കണം. ഈ 5 പത്രം വായിച്ച് അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് റേഡിയോയ്ക്ക് പറ്റുന്ന ടോപ്പിക്സ് എടുക്കുക. എന്നിട്ട് ആ ടോപ്പിക് എടുത്തിട്ട്, നേരത്തെ നമ്മൾ പറയില്ല, ആരെങ്കിലും നമ്മൾ ഇൻസ്പയർ ചെയ്തിട്ട് എടുക്കുന്ന ഒരു കണ്ടന്റ് ആയിരിക്കും, അതിനെ നമ്മൾ ഉൾട്ടയടിക്കുക. അതിനെ മാറ്റി എങ്ങനെ ഉൾട്ടാക്കാൻ പറ്റും, ആ കണ്ടന്റ് എടുത്തിട്ട് ഉൾട്ടയാക്കിയിട്ട് ഇത് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട്, കോളർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കണം. അതൊരു പണിയുണ്ട്. എടുക്കുന്ന ഗസ്റ്റിനോട് ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഓരോ ലിങ്കും ക്രിയേറ്റീവായിട്ട് നമ്മൾ പറയണം. ചുമ്മാ മൈക്ക് ഓൺ ചെയ്തിട്ട് ആ പത്രം വായിച്ചിട്ട് ഓക്കെ ശരി, ഇന്ന് രാവിലെ 41 പേര് മരിച്ചു എന്നല്ല പറയേണ്ടത്. ഈ അങ്ങനത്തെ കണ്ടന്റ് നമ്മൾ എടുക്കാറില്ല. പൊളിറ്റിക്സ്, മരണം, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് ഫൺ മാനറിൽ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടോ എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സ്പോർട്സ് പരമായിട്ടുള്ള അതൊക്കെ നമ്മൾ എടുത്തിട്ട് ഉൾട്ടയടിച്ച് കണ്ടന്റ് കണ്ടുപിടിക്കാം. ആണ്. അപ്പം നമ്മൾ എടുക്കുന്ന അത് യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ടല്ല ഞാൻ എടുത്തത്, അത് റേഡിയോയ്ക്ക് ഒരു കണ്ടന്റ് ആണ്. എനിക്ക് എന്താണ് വ്ളോഗ് എന്ന് പഠിക്കാനും പറ്റും. ഈ എപ്പോഴും ഓൺ എയറും ഓഫ് എയറും ഇൻസ്റ്റഗ്രാമിലും ഇത്രയും ക്രിയേറ്റീവായിട്ട് ചെയ്യേണ്ട ഒരാൾക്ക് എങ്ങനെയാണ് ഡൗൺ ടൈം കിട്ടുന്നത്? ഒരു സമയത്തിന് ഇങ്ങനെ നമുക്ക് സാച്ചുറേഷൻ ആവത്തില്ലേ? ഇത്രയും എല്ലാ ഫീൽഡിലും ഓൺ എയർ പോകുമ്പോഴും ക്രിയേറ്റീവ് ആയിരിക്കണം, ഇൻസ്റ്റഗ്രാമിൽ ഇടാനും ക്രിയേറ്റീവ്. നരച്ചുമുടി ഭയങ്കരമായിട്ട് കുറെ തലയൊക്കെ നരച്ചു, കാരണം ചിന്തിക്കണം. അവിടെ ഐഡിയ കൊടുക്കണം, ഇവിടെ ഐഡിയ ചിന്തിക്കണം, അവിടെയും നല്ല ക്രിയേറ്റീവായിട്ട് ഐഡിയ കൊടുക്കണം. ചുമ്മാ ഒന്നും ഇപ്പം റേഡിയോയിൽ നമ്മൾ ഐഡിയ കൊടുത്തിട്ടൊരു കാര്യമില്ല, എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട്. പക്ഷെ അതെനിക്ക് ഇഷ്ടമാണ്. എന്ത് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റും, വർക്കാവും, പക്ഷെ കുറച്ച് നേരം ഇരിക്കണം. പക്ഷെ സമയം ഇപ്പം ഭയങ്കര കുറവാണെന്ന് തോന്നൂടാ, കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ചില സമയമാകുമ്പം പോഡ്കാസ്റ്റ് മതിയാക്കിയിട്ട് ഇനി കുറച്ച് ഫാമിലി ആയിട്ടൊന്ന് സ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര പോകാം എന്ന് പറയും. യാത്ര പോയിട്ടൊരു 4 ദിവസം കഴിഞ്ഞ് വീണ്ടും വർക്കിൽ കയറുമ്പോൾ തിരക്കാണല്ലോ എന്നാണ്. ഇന്ന് തന്നെ എങ്ങനെയൊക്കെ സമയം കണ്ടെത്തിയാണ് ഇവിടെ വരുന്നത്. ഞാൻ ഇന്നും തിരക്കിലാണ്, ലീവ് എടുത്തിട്ട് ഓട്ടത്തിലാണ്. സമയം കുറച്ചും കൂടെ ഒന്ന് കിട്ടിയാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട്. എങ്ങനെയാണ് റിലാക്സ് ചെയ്യുന്നത്? റിലാക്സ് ചെയ്യുന്ന ട്രിപ്പ് പോവും. പിന്നെ മോളെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. അവളുടെ ഹാപ്പിനെസ് കാണുമ്പോൾ ഞാൻ അവളെ അടുത്ത് ചെല്ലുമ്പോൾ എത്ര ടെൻഷൻ ഉണ്ടെങ്കിൽ മാറും. 2.5 വയസ്സായി, ദുവാ എന്നാണ് പേര്. അപ്പം ഭയങ്കര വില്ലത്തിയാണ്. അപ്പം അവളെ കാണുമ്പോൾ അവളുടെ ഹാപ്പിനെസ്, അവൾക്ക് നമ്മൾ ആഗ്രഹിച്ച, ഞാൻ ടോയ്സിൽ കളിച്ച് വളർന്നിട്ടുള്ള ആളാണ്. കാരണം അച്ഛന് ഫാൻസി ഷോപ്പായിരുന്നു, ഇഷ്ടംപോലെ ടോയ്സ്. അപ്പം അവളും അതേപോലെ ടോയ്സ് എനിക്ക് അങ്ങനെ മേടിച്ചു കൊടുക്കണം. അപ്പം എനിക്ക് ക്യൂരിയോസിറ്റി തോന്നുന്ന സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചുകൊണ്ട് പോകും. മാസത്തിലോ അല്ലെങ്കിൽ മാസത്തിൽ ഒരു 3-4 ഒരുമിച്ചൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ ആഴ്ചയിൽ കാണുന്ന വാങ്ങിച്ചുകൊണ്ട് പോകും. അവൾക്ക് കഴിക്കാൻ ഫുഡിയാണ്. ഫുഡി മീൻസ് ഇങ്ങനത്തെ ഈ സ്നാക്സ് ഐറ്റംസ്, പേസ്ട്രി, അങ്ങനെ സാധനം അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ അവളുടെ ഹാപ്പിനെസ് ഉണ്ട്. എൻ്റെ കോരി നമുക്ക് തരും. ഭയങ്കര ഒരു
സാറ്റിസ്ഫാക്ഷൻ ആണ്. അതിലാണ് കൂടുതൽ. എപ്പോഴും പേടി തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ ക്രിയേറ്റീവ് ഐഡിയാസ് കിട്ടാതെ ഒരു സമയം വരും എന്നുള്ള? ഡിപ്രഷൻ വന്നിട്ടുണ്ട്, പേടിയല്ല, ഡിപ്രഷനൊക്കെ വന്നിട്ടുണ്ട്. അതെന്തോ ഞാൻ സംസാരിച്ചപ്പോൾ ഒരു ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അതെല്ലാ കലാകാരന്മാർക്കും ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഒരു ബ്രേക്ക് വരുമെന്ന് പറയും. ചിന്തിക്കാൻ പറ്റില്ല, നമുക്ക് ടോപ്പിക്സിനെ പറ്റി ചിന്തിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന ഒരു ബ്രേക്ക് വരും. അതെല്ലാവർക്കും പറഞ്ഞതാണ്, നീ അതിൽ പാനിക്കാവേണ്ട. പക്ഷെ അതെന്തോ ഒരു ബ്രേക്ക് വന്ന് എനിക്ക് ഒരു മാസത്തോളം ഞാൻ ഭയങ്കര ഡിപ്രഷനായിരുന്നു. എന്തിനാണെന്നറിയില്ല. ആവശ്യമില്ലാതെ വിഷമിക്കുക, സങ്കടപ്പെടുക എന്ന് പറയുന്ന സ്റ്റേജ് എത്തിയിട്ടുണ്ട്. അതൊക്കെ ഓവർകം ചെയ്ത് വന്നിട്ടുണ്ട് കല്യാണത്തിനൊക്കെ മുന്നേ. എങ്ങനെയാണ് ഓവർകം ചെയ്തത്? ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. പാട്ട് ഭയങ്കരമായിട്ട് കേൾക്കുന്ന വ്യക്തിയാണ്. എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തു, സ്വിമ്മിങ്. അപ്പോഴാണ് കാർത്തിക് സൂര്യ, സുജിത് വൈദ്യൻ ചേട്ടൻ അവരൊക്കെ ഈ ഒരുമിച്ച് ഓടാൻ വേണ്ടി രാവിലെ പോകും. കൊട്ടാരത്തിൽ നിന്ന് തൊഴുതിട്ട് നേരെ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. കൊട്ടാരം, നമ്മുടെ കവടിയാർ കൊട്ടാരം, അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അവരെണീക്ക് മുന്നേ നമ്മളവിടെ എത്തും, കൊട്ടാരത്തിലുള്ള ആൾക്കാർ. 4:30 നമ്മളവിടെ എത്തിയിട്ട് 4:30 അവിടെ നിന്ന് ഓടും. അത് കഴിഞ്ഞ് സ്വിമ്മിങ് ഉണ്ട്, അത് കഴിഞ്ഞ് സ്വിമ്മിങ് ചെയ്യുമ്പോൾ അപ്പോൾ കാർത്തിക് നമ്മളെല്ലാവരും ഉണ്ട്. അങ്ങനെ ചെയ്യാൻ തുടങ്ങി. സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്തു, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ കുറച്ച് രസമായിട്ട് തോന്നി. ആൾക്കാരുമായിട്ടൊക്കെ കൂടുതൽ ഇങ്ങനെ എടുക്കാനും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ കുറച്ച് ഫ്രീ ആയി. അങ്ങനെയൊക്കെ ഓവർകം ചെയ്തത്. അതിൽ നിന്ന് തിരിച്ച് വർക്കിലേക്ക് വരാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പേടിയായിരുന്നു വർക്കിലൊക്കെ പോകാൻ വേണ്ടി. പറ്റുന്നില്ല, എനിക്ക് എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ടെൻഷൻ അടിക്കുന്ന ഒരു സ്റ്റേജൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അത് ഓഫീസിൽ പോകുമ്പോൾ പറ്റാനില്ല എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെയാണ് ആ ചേട്ടനെ ഞാൻ ഒരു ദിവസം റോഡിൽ നിന്ന് കണ്ട് രാത്രി നിന്ന് സംസാരിച്ചു. ഞാനിങ്ങനെ ഭയങ്കര വിഷമത്തിലൊക്കെ കരയാറായി, പറ്റില്ല എന്നെല്ലാം പറഞ്ഞു. എടാ, ഇതൊക്കെ എല്ലാവർക്കും വരുന്നത് തന്നെയാണ്. പുള്ളി ഒരു കലാകാരനാണ്, നാടകമൊക്കെ എഴുതുന്ന വ്യക്തിയാണ്. പുള്ളി പറഞ്ഞു ഇതെല്ലാവർക്കും വരുന്ന സാധനം. പുള്ളി എനിക്ക് തള്ളിയതായിരിക്കാം മേ ബി ചിലപ്പം, പക്ഷേ പുള്ളി പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇതായി. നീ നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കിയോ, അപ്പം നിനക്ക്. അന്നൊന്നും ഞാൻ വ്ളോഗ് തുടങ്ങിയിട്ടില്ല. ഞാൻ റേഡിയോയിൽ മാത്രമായിരുന്നു. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയപ്പം നല്ല രസമായിട്ട് പോയി. അതെ. എന്താണ് ഫ്യൂച്ചർ? എൻ്റെ ഈ കരിയറിൽ നിന്നുകൊണ്ട് തന്നെ കുറച്ചും കൂടെ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് ഇതിലും കുറച്ചധികം പോസ്റ്റുകളുണ്ട്. അതിലേക്ക് അല്ലെങ്കിൽ നോക്കാം. ഞാൻ ഇപ്പം ഞാൻ ഇതിലാണ് സ്റ്റേബിൾ ചെയ്ത് നിൽക്കുന്നത്. ഇന്നും എന്നും എപ്പോഴും പ്രാങ്ക്സ്റ്റർ ആയിരിക്കും? അയ്യോ, അതൊക്കെ ഇല്ല, ഒരിക്കലും ഇല്ല. മോള് ചിലപ്പോൾ സ്കൂളിൽ പോകുമ്പോഴായിരിക്കും മോൾക്ക് വിവരം വരുമ്പോൾ എൻ്റെ അടുത്ത് പറയും, നാളെ തൊട്ട് പ്രാങ്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞു അപ്പച്ചിങ്ങി പ്രാങ്ക് ചെയ്യണ്ട, ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് കേൾക്കേണ്ടി വരും. ഫുൾ ടൈം പ്രാങ്ക് ഒന്നും കാണില്ലായിരിക്കാം. അതുകൊണ്ടാണ് നിങ്ങളെപ്പോലെ ഞാനും പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. സംസാരിക്കാൻ ഇഷ്ടമാണ്, സംസാരിക്കാനും കുറേ അധികം കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നോക്കാം, നമുക്ക് വേറെ എന്തെങ്കിലും ഫ്യൂച്ചറിൽ ബിസിനസ്സൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട്. തല വെച്ച് കൊടുത്തിട്ടില്ല. ശരി, സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ? നല്ല ചോദ്യം. സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് വെച്ചാൽ ഭയങ്കര ആഗ്രഹമുണ്ട്. ആഗ്രഹം ഉള്ള ഒരു വ്യക്തിയാണ്. കാരണം ഫെയിം, എനിക്ക് 10 പേര് അറിയണമെന്ന് പറയുന്നൊരു ഫെയിം ആഗ്രഹം ഉള്ള ഒരു വ്യക്തിയായിരുന്നു. അത്യാവശ്യം ഫെയിം വേണം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ വ്ളോഗിങ്ങിൽ വന്നതും ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങിയതും. അതുപോലെ തന്നെ സിനിമയിൽ അഭിനയിക്കണം എന്ന് ഞാൻ. പക്ഷേ സിനിമയിൽ അഭിനയിക്കുന്ന ടാസ്ക്കാണ്. ഇപ്പോൾ ഈ ഇരിക്കുന്ന 3 ക്യാമറ നമുക്ക് സിമ്പിളായിട്ട് സംസാരിക്കാൻ പറ്റും. ഇതിലിപ്പോൾ ഇയാൾ എന്തെങ്കിലും ഒരു ടാസ്ക് എന്ന് അഭിനയിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അഭിനയിക്കാൻ പറ്റണം. അതൊക്കെ നടന്മാർക്കൊക്കെ ഈസി ആയിട്ട് പറ്റും. പക്ഷേ ഞാൻ ഒരു ഓഡിഷന് ഒരിക്കൽ പോയിട്ടുണ്ട്. എന്നെ വിളിച്ച് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടാണ്. അവളവിടെ അതിൻ്റെ ഏഡിയായിരുന്നു. നീ വരണമെന്ന് പറഞ്ഞ് ഞാൻ പോയി. ഗിർ സിനിമ, കുഞ്ചാക്കോൻ. എൻ്റെ മുന്നേ ഡയറക്ടറും എല്ലാവരും നിൽക്കുന്നു. എന്നെ വിളിച്ചിട്ട് എന്തോ ഒരു ടാസ്ക് തന്ന് അഭിനയിക്കാന്ന് വെച്ചാൽ ഞാൻ വേർക്ക് നിന്ന് 3 ക്യാമറ ഒക്കെ പോയിട്ട് അപ്പം ബലം വിട്ട് അഭിനയിക്കുന്നു. ബാക്കിൽ നിന്നൊക്കെ സൗണ്ടൊക്കെ പേടിച്ചിട്ട് ബലം വിടാന്ന് എല്ലാം വിട്ട് ഞാൻ എന്തൊക്കെ അഭിനയിച്ച് പാനിക്ക്. അപ്പം ഐഡി പറയുന്നത് നീ ഒന്നും ഇങ്ങനെ കൂളാവെന്ന് പറയുമ്പോൾ ഒരു 5 ഷോട്ട് എടുത്തപ്പോൾ ഡയറക്ടർ പറഞ്ഞു മതിയാക്കും കുഴപ്പമില്ല വാ. അപ്പം എൻ്റെ മൈൻഡില്ല, തീർന്നു ഞാൻ. പക്ഷെ ഒരു ദിവസം ഓഫീസിൽ കയറി വന്നപ്പോഴാണ് ഇതേപോലെ ക്ലബ് എഫ് എമ്മിൽ ഇങ്ങനെ ജോലിക്ക് രാവിലെ കയറി വന്നപ്പം അവിടുത്തെ പ്രോഗ്രാം ഹെഡ് തന്നെ, അന്നുണ്ടായിരുന്ന പ്രോഗ്രാം ഹെഡ് എന്നെ വിളിച്ചിട്ട് നെയ്യാറ്റിൻകര പോകണം, നാളെ സാറ് പറഞ്ഞിട്ടുണ്ട്, ഷൂട്ടുണ്ട്,
സിനിമയിലാണ്. ഞാൻ അപ്പം ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട് കൂട്ടുകാരമ്മ അടുത്തും. ഇപ്പം ഈ പറയുന്ന ബേസിൽ ജോസഫ്, തുടക്കത്തിൽ ടൊവീനോ, നമ്മളൊക്കെ ഇങ്ങനെ അന്ന് അവരുടെയൊക്കെ തുടക്കമൊക്കെ അജു വർഗീസ്, ഇവരുടെയൊക്കെ തുടക്കം ഞാൻ കണ്ടിട്ടുള്ള വ്യക്തിയാണ്. ബേസിൽ ജോസഫ് ഷോർട്ട് ഫിലിം എടുത്ത ടൈമിൽ ഇൻഫിയിൽ വർക്ക് ചെയ്തിരുന്ന ടൈമിൽ ഞാൻ ബേസിലിൻ്റെ ആദ്യം ഇൻ്റർവ്യൂ എടുക്കുന്നത് ക്ലബ് FM-ൽ. അന്ന് തൊട്ടേ കമ്പനിയാണ്. ഞാൻ ബേസിൻ്റെ അടുത്തൊക്കെ അവസരങ്ങൾ ചോദിച്ചിട്ടുണ്ട്. വിനീതേട്ടൻ, വിനീത് ശ്രീനിവാസൻ കാറിയിരുന്ന് പോയപ്പോൾ എൻ്റെ ടിക്ടോക്ക് കണ്ട് പിന്നെ പുള്ളി അനേഷ് എന്നെ ബ്ലോക്ക് ചെയ്തു. അപ്പം ഇതൊക്കെ ഞാൻ ചോദിക്കാത്ത അവസരങ്ങളോ കണ്ടാൽ ഞാൻ ചോദിക്കും. ഇത് മാനുവൽ നമുക്ക് ഈസിയാണ്, അക്സസിബിൾ ഈസിയാണ്. കാരണം ഇവർ റേഡിയോയിൽ വരുന്നു, ഇൻ്റർവ്യൂവിന് വരുന്നു, അല്ലാതെ കാണുന്നു, മീറ്റ് ചെയ്യുന്നു, സെലിബ്രിറ്റി ഫ്രണ്ട്സാണ്. ഇപ്പം ഞാൻ ജൂഡ് ആൻ്റണിക്ക് കുറേ നാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇൻ്റർവ്യൂ ചെയ്ത ടൈമിൽ. എൻ്റെ റീലൊന്ന് കണ്ടോക്കണം. പിന്നെ പുള്ളി എന്നെ അത് ബ്ലോക്ക് ആക്കിയെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ അവസരങ്ങൾ നമ്മൾ ചോദിക്കുക, ചുമ്മാ ഇരുന്നിട്ട് ഒന്നും കാര്യമില്ല. ചോദിക്കാൻ പറ്റേണ്ടത് ചോദിക്കാം, വേണമെങ്കിൽ എടുക്കട്ടെ. അപ്പോൾ ബേസിൻ്റെ അടുത്തൊക്കെ 2-3 വട്ടം ചോദിച്ചിട്ടുണ്ട് ആ ടൈമിലൊക്കെ. ബേസിൽ നോട്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് ബേസിൽ എൻ്റെ അടുത്തൊരു കാര്യം, ലുക്മാനെ പോലത്തെ ഒരു ഫേസ് കട്ട് ഉണ്ടെന്ന് പറഞ്ഞു. മാഹിനെ കാണാൻ ലുക്മാനെ പോലെ ആണെന്ന് പറഞ്ഞു. നമ്മൾ ഞാനാന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ ഇരുന്ന് എന്തെങ്കിലും അവസരം ഉണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞു. പിന്നെ ഈ അവസരങ്ങളുണ്ടെന്ന് പറയാമെന്ന് പറയുന്നതല്ല, വിളി വരാതിരിക്കുന്ന ഇവരുടെ സ്ക്രിപ്റ്റിന് പറ്റിയ ക്യാരക്ടർ ഉണ്ടെങ്കിൽ അവർ വിളിക്കുകയുള്ളൂ. അല്ല നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ എത്ര പേരെടുത്ത് കഞ്ചി അപേക്ഷി കരഞ്ഞ് എന്ത് ഇവർ വിളിക്കാത്തതെന്ന് പറഞ്ഞാൽ അവരുടെ സ്ക്രിപ്റ്റിന് പറ്റൂ എന്നാ വിളിക്കും എന്ന് പറഞ്ഞാൽ അവർ നമുക്ക് വേണ്ടി സ്ക്രിപ്റ്റിലൊന്ന് എഴുതി ചേർക്കുന്ന സാധനമാണ്. അപ്പം ഈ TK രാജീവ്കുമാർ സാറിൻ്റെ കോളാമ്പി എന്ന് പറയുന്നൊരു പടം, ഇത് കോളാമ്പിയാണ് അല്ലല്ലോ? അല്ല, കോളാമ്പി. കോളാമ്പി ഞാൻ വരുമെന്ന് പറഞ്ഞ് എടുത്തു വെച്ചേ. അല്ല, ഈ കഥ എനിക്ക് അറിയില്ലായിരുന്നു. കോളാമ്പി ശരിക്കും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവസരമായിരുന്നു അത്. TK രാജീവ്കുമാർ സാറിൻ്റെ പടം. അപ്പം ഞാൻ പോകുന്നു, എനിക്ക് വലിയൊരു ചാൻസാണ് അവിടെ ഓപ്പൺ ആക്കിയത്. ഞാൻ ചുമ്മാ സ്വപ്നം എന്നൊക്കെ വിചാരിക്കും. നിത്യ മേനോൻ, ദിലീഷ് പോത്തൻ, പിന്നെ നമ്മുടെ കീർത്തി സുരേഷിൻ്റെ അച്ഛൻ സുരേഷ് ഏട്ടൻ, പിന്നെ നമ്മുടെ മറ്റേ മുത്തേ പൊന്നേ കരയില്ല ആ ചേട്ടൻ അരിസ്റ്റോ സുരേഷ് ചേട്ടൻ, ഇവരെല്ലാം ഉണ്ട് ഈ പടത്തിൽ. 20 കോടി ബഡ്ജറ്റിൻ്റെ പടമാണ്. അപ്പോൾ അതിൽ ഞാൻ അഭിനയിക്കാൻ പോകുന്നു. ഞാനും നിത്യമേനോനായിട്ട് സിനിമയിൽ ഒരു 3-4 മിനിറ്റോളം ഉണ്ട്. ഞാൻ റേഡിയോ ജോക്കി. അപ്പോൾ എനിക്ക് അഭിനയിക്കാൻ ഒന്നുമില്ല, സ്ക്രിപ്റ്റും ഇല്ല, ഒന്നുമില്ല. മാഹിൻ്റെ സ്റ്റൈലാണ്. പേടിക്കാൻ തോന്നുന്നു, അടിക്കുന്നു. അങ്ങനെ നിത്യമേനോൻ കോഞ്ഞടിക്കുന്നു എൻ്റെ അടുത്ത്. അവിടെ ക്യാമറ ഓഫ് ആകുമ്പോൾ ദിലീഷ് പോത്തൻ കോഞ്ഞടിക്കുന്നു. ഭയങ്കര ഫ്രണ്ട്ലി. എന്നെ ഒരു വേറൊരു നടനായിട്ടൊക്കെയാണ് കണ്ടത്. ഫുഡും കഴിച്ച ഒറ്റ ദിവസത്തെ ഷൂട്ട്. അത് ഇറങ്ങും എന്ന് പറഞ്ഞു. പക്ഷെ പടം ഇറങ്ങി. അത് ഇറങ്ങാത്തത് എന്താണെന്ന് അറിയില്ല. പക്ഷെ പടം ഇറങ്ങിയില്ല. കുറെ അത് ഫെസ്റ്റിവലിന് ഓടി. സാറിന്റെ പടങ്ങൾ അങ്ങനെയാണ്, ഫെസ്റ്റിവലിന് ഓടും. അപ്പോൾ സാറ് നോക്കുന്നുണ്ട്, മൈൻ ഇറക്കും എന്ന് പറഞ്ഞ്. അപ്പം ജിതിൻ ലാൽ ഇതേപോലെ സിനിമ എടുക്കുന്നുണ്ട്. ഗോവ ഫിലിം ഫെസ്റ്റിവലിന് അവിടെ നിന്നിട്ട് നിന്റെ പടം ഇവിടെ ഹൗസ്ഫുൾ കേട്ടോ, നമുക്ക് ഭയങ്കര സന്തോഷം. അളിയാ നീ കണ്ടാന്ന് പറഞ്ഞു. ഇല്ല ഹൗസ്ഫുള്ളാ, നീ ഒന്ന് കേറിക്കാണെന്ന് പറഞ്ഞ് 1 ആയി 2 ആയി 3 വർഷമായി. ഞാൻ സാറ് അതിലെ രംഗങ്ങളൊന്നും കട്ട് ചെയ്ത ഇല്ല മാഹി പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്, കട്ട് ചെയ്യണോ? ഞാൻ പറയും വേണ്ട. പക്ഷേ 3 വർഷമായി പടം ഇറങ്ങുന്നില്ല. പിന്നെ ഏതോ ഒരു ടെലഗ്രാമിൽ എന്തോ ഒരു ഇങ്ങനെ ഇറങ്ങിയെന്ന് കേട്ടു. അങ്ങനെ ഞാൻ 99 രൂപ അതിലടച്ച് പടം ഡൗൺലോഡ് ചെയ്ത് ഞാനും പകുതി വരെ കണ്ടോളൂ. പക്ഷെ തിരക്കിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ ഇരുന്ന് മൊത്തം ഫാമിലി ആയിട്ടിരുന്ന് കണ്ടു. 3-ന്റെ അന്ന് വീണ്ടും കാണാൻ നോക്കുമ്പോൾ അത് വീണ്ടും 99 രൂപ അടയ്ക്കണം. അങ്ങനത്തെ ഒരു ഓഞ്ഞ ഒരു OTT പ്ലാറ്റ്ഫോം. അപ്പം ഞാൻ സാറിൻ്റെ അടുത്ത് ഇത് ഒരു എയർപോർട്ടിൽ ഇരുന്നപ്പോൾ ഞാനിങ്ങനെ സാറിനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, സാർ എന്താ ഇങ്ങനെ പ്രൊഡ്യൂസർ ഇങ്ങനത്തെ ഒരു സംഭവം പറ്റിച്ചളഞ്ഞു, അങ്ങനെയാണ് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പുതുതായിട്ട് ഇറക്കുന്നുണ്ട്, ആമസോണിലൊക്കെ കൊണ്ടുപോയി. പക്ഷെ അത് നടന്നു. അത് പിന്നീടായപ്പോൾ വന്നു, തിയേറ്ററിൽ ഇറങ്ങിയില്ല. അങ്ങനെ ഇരിക്കെ 4ാമത്തെ വർഷം എന്തോ ഒരു അപ്രതീക്ഷ മിന്നലടിച്ചിട്ടാണോ എന്നറിയില്ല, എയർ എക്സ്പ്രസിൽ എന്തോ ഒരു 2 ദിവസം എന്തോ അങ്ങനെ വന്നു. അങ്ങനെ അവിടെ നിൽക്കുന്ന ടിക്കറ്റ് കയറാൻ നിൽക്കുന്ന പയ്യൻ എനിക്ക് വീഡിയോ ഒക്കെ എടുത്തിട്ട് അയച്ചു തന്നു. ചിദംബരത്തിന്റെ ചോദിച്ചിട്ടുണ്ട്. ഇത് കോളിംഗ് ബെല്ല് അടിക്കും പോലെയാണ് വീട്ടിൽ. നമ്മൾ പലയിടത്ത് അവസരങ്ങൾ കാണുമ്പോൾ നമ്മുടെ റീലായി. പക്ഷെ എന്റെ റീലിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. റീലാണ് മാറ്റി പിടിക്കേണ്ടത്. ചിദംബരം ചോദിച്ചു, ചിദംബരം അളിയാ നോക്കിയിട്ട് പറയാം എന്നാണ് പറയുന്നത്. നമുക്ക് ആരെയും നിർബന്ധിക്കാൻ പറ്റില്ല. ഇവിടെ എടുക്കണം, അടുത്ത പടത്തിന് ഞാൻ ഉണ്ട്, അങ്ങനത്തെ ഇതുണ്ട്, നമ്മളെ ഫ്രണ്ട്ഷിപ്പാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യം. ഇപ്പൊ ജിതിൻ ലാൽ ഞാൻ സിനിമയിലുണ്ടെന്ന് തന്നെയാണ് അവനും പറഞ്ഞത്. അവൻ എനിക്ക് സ്ക്രിപ്റ്റ് തന്നിട്ടുണ്ട്. അവൻ്റെ ജീവിതത്തിൽ ആദ്യം മറ്റേ അവൻ്റെ ഒരു 300-400 ഞാൻ ജീവിതത്തിൽ ഒരു ബുക്ക് പോലും വായിച്ചു. ബാലരമ പോലും ഞാൻ 50 പേജ് ഉണ്ടെങ്കിൽ വായിച്ചിട്ടില്ല.
അവൻ എനിക്ക് സ്ക്രിപ്റ്റ് തന്നു. എന്നിട്ട് പറഞ്ഞു നിനക്ക് തിരുത്തി, ഞാൻ കോമഡിക്ക് അടിക്കുന്നതാണ്, നിനക്ക് തിരുത്തിയിട്ട് കോമഡിയൊക്കെ കയറ്റാൻ പറ്റിയ. ഞാൻ 2 പേജ് വെച്ചപ്പോൾ ബോറടിച്ചു. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ കുറ്റാക്കൂരിട്ടില്ല, അതിൻ്റെ ഇടയിൽ വവ്വാല് തൂങ്ങി കിടക്കും. നമുക്ക് എന്ത് ഇതിൽ സ്ക്രിപ്റ്റ് വായിച്ചാൽ നമുക്ക് മനസ്സിലായല്ലോ. അത് ഭയങ്കര ബോറിംഗ് ആണ്. അവൻ്റെ അടുത്ത് ഞാൻ മറച്ചു വെച്ചിട്ട് 1 മാസം എൻ്റെ വീട്ടിലിരുന്നു. എനിക്ക് വേണമെങ്കിൽ അന്ന് ശ്രീനിവാസൻ ചേട്ടനാവായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് അടിച്ചു മാറ്റി വേറെ ഞാൻ അവിടെ അപ്പുറത്തൊരു പടം എടുക്കുന്നത്. പെട്ടെന്ന് ഇവൻ ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഈ സ്ക്രിപ്റ്റ് വന്നിട്ട് ഇത് വായിച്ചുമില്ല, ഞാൻ അവിടെ തന്നെ വെക്കുകയും ചെയ്തു. 1 മാസം കഴിഞ്ഞിടെ ആ സ്ക്രിപ്റ്റ് ഒന്ന് തരണം തേഞ്ഞൊട്ടി ഞാൻ. പക്ഷെ അവൻ അത് കത്തിച്ചളഞ്ഞു. എന്നിട്ട് വേറെ അവന് മനസ്സിലായി കാണും ചിലപ്പോൾ ഞാൻ അങ്ങനെയൊന്നുമില്ല, അവൻ വേറെ മൊത്തത്തിലാണ് കത്തിച്ചൊന്നും കളഞ്ഞില്ല, അത് മൊത്തം മാറ്റി. അപ്പൊ ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കാം, അത് വായിച്ചിരുന്നു ഞാൻ കഷ്ടപ്പെട്ട് കോമഡിയും മാറ്റി വെച്ചിരുന്നെങ്കിൽ അത് മൊത്തം മാറ്റുന്ന അവസ്ഥ. അപ്പൊ ദൈവം എൻ്റെ കൂടെ അല്ലേ. അങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന ടൈമിൽ ഈവൻ ജിതിൻ എൻ്റെ അടുത്ത് പെട്ടെന്ന് ഒരു ദിവസം വിളിക്കും, നീ വരണം ഇങ്ങനെ പറഞ്ഞ്. സ്ക്രിപ്റ്റിൽ ഞാൻ അത് ഏറാമിലെ ഒരു ബേക്കറി ഷോട്ടുണ്ട്. അപ്പോഴാണ് ബേക്കറി, എൻ്റെ അവസരങ്ങളൊക്കെ ഇങ്ങനെയാണ്. അപ്പം ബേക്കറിയിൽ ഞാൻ ബേക്കറിക്കാരൻ, ഞാൻ ടൊവീനയ്ക്കും മറ്റേ ആ പുള്ളിക്കാരിക്കും ബുള്ളറ്റ് ആ പാട്ടില്ല പുള്ളിക്കാരി എടുക്കുക അവർക്ക് എന്തോ കൊണ്ട്. അപ്പം അത് എന്തോ സ്ക്രിപ്റ്റ് നോക്കിയപ്പോൾ അത് ക്ലീശയാണ്, അത് കട്ട് ചെയ്ത് കളയാൻ പറഞ്ഞു. അവിടെ നിന്ന് ഞാൻ ബേക്കറി കടക്കാരൻ അന്ന് കട പൂട്ടുന്നു. ആ ഷോട്ട് അതും ഇല്ലാന്ന് പറയുന്നു. അങ്ങനെ ഇരിക്കുക, എന്തെങ്കിലും ഒരു ഷോട്ട് തരാം, നിന്നെ വിളിക്കും എന്ന് പറഞ്ഞ് അവിടുത്തെ പ്രൊഡക്ഷൻ കൺട്രോളിൻ്റെ അടുത്ത് പറയുന്നു. ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളിന് മെസ്സേജ് അയക്കുന്നു, എന്താണ് സംഭവം, അത് വിളിക്കും എന്ന് പറഞ്ഞ് നോക്കാം, സ്ക്രിപ്റ്റ് അയച്ചു തരാമെന്നൊക്കെ പറയുന്നു. സിനിമ ഷൂട്ടിൻ്റെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമ പാക്കപ്പായി വിളിച്ചില്ല. അങ്ങനെയല്ല, അങ്ങനെ ഇരിക്കുകയാണ്. 1 ട്വിസ്റ്റ് അടങ്ങുന്നത്. 1 ട്വിസ്റ്റ് എന്ന് വെച്ചാൽ കോമഡി സാധനം എല്ലാം കഴിഞ്ഞാൽ ഇവൻ ഒരു ദിവസം പറഞ്ഞു, ഇവനും വിഷമമായി, ഞാൻ വിട്ടുപോയി. ഓപ്പണായിട്ട് പറഞ്ഞു, നിനക്ക് വിഷമമുണ്ട്, ഉറപ്പായിട്ടും വിഷമമുണ്ട്. പക്ഷെ അവൻ എൻ്റെ അടുത്ത് ഓപ്പൺ, അത്രയും ഫ്രണ്ട്ഷിപ്പാണ്, ഭയങ്കര ക്ലോസ് ആണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്ത് ഫോട്ടോ അയച്ചു തന്നാണ്. അങ്ങനെ എന്ത് ചെയ്ത്, എങ്ങനത്തെ ഫോട്ടോ ആണ്, നീ പഴയകാല ഒരു സാധനം, അപ്പം നീ ഒരു കാര്യം ചെയ്യും, ഷർട്ടൊന്നും ഇല്ലാത്തൊരു ഫോട്ടോ, അത് മതിയാണ്. പല്ലി ഒട്ടിയിക്കും പോലെ വീട്ടിൽ രാത്രി ഞാനിങ്ങനെ ഷർട്ട് ഊരി ഭാര്യ എന്നെ എടുത്ത് തരണം, ഇങ്ങനെ നിന്ന് മുടിയൊക്കെ കോലം കെട്ടി ഇങ്ങനെ ഫോട്ടോ എടുത്ത് കൊടുത്തു. പല്ലി ഞാനും തോറ്റു. അങ്ങനെ എടുത്ത് അയച്ചു കൊടുത്തു, ഫോട്ടോ അയച്ചു കൊടുത്തു. ഇത് ഏത് ആദിവാസിയുടെ ഫോട്ടോ അവിടെ നിങ്ങൾ തൂക്കിക്കുന്ന വോളിൽ? ഈജിപ്ഷ്യനോ? ഓക്കെ ഓക്കെ, ഈജിപ്തിലെ പഴയകാല എന്റെ ഫോട്ടോയിട്ടൊക്കെ ഓർമ്മ. ഞാൻ കോളാമ്പിയെ പറ്റി പറഞ്ഞപ്പോ കോളാമ്പി അവിടെ ഉണ്ട്, ഫോട്ടോയെ പറ്റി പറഞ്ഞ തുണിയില്ലാത്ത ഫോട്ടോ അവിടെ ഒട്ടിച്ചേക്കുന്നു. അപ്പം ഫോട്ടോ അയച്ചു കൊടുത്തു. അപ്പം അതെന്തിനാണെന്ന് ചോദിച്ചു. ടൊവിനെ കാണിക്കുന്ന ഒരു സീനിൽ മാസമായിട്ട്, അതായത് ഞാൻ ചിന്തിക്കുന്ന എന്താണ്, ചോട്ടാ മുംബൈയിൽ ലാലേട്ടൻ എവിടെയാടാന്ന് പറയുമ്പോൾ ഇടിച്ചിടിച്ച് നിന്റെ തല എവിടെയാന്ന് പറയുമ്പോൾ ഇതോ കാണുന്ന പറഞ്ഞാൽ ആ പോസ്റ്ററിലൊക്കെ നോട്ടീസ് ബോർഡിൽ കാണുമ്പോൾ ലാലേട്ടൻ്റെ ഫോട്ടോ ആണെങ്കിൽ നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ടൊവിനെ പോലീസ് സ്റ്റേഷനിലിട്ട് ഇടിക്കുന്നു, ഫോട്ടോ എൻ്റെ അവിടെ നോട്ടീസ്, ശരിക്കും നോട്ടീസ് ബോർഡിൽ എൻ്റെ ഫോട്ടോ വെച്ചു. അപ്പം ഞാൻ ഇത് തിയേറ്ററിൽ പോയി ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ. ആ ദിവസം അവൻ ടിക്കറ്റൊക്കെ അവിടെ അറേഞ്ച് ചെയ്തു, നമ്മൾ കാണാൻ വേണ്ടി പോവാണ്. അപ്പം അപ്പു പട്ടത്തിരിയാണ് ഇതിൻ്റെ എഡിറ്റർ. അപ്പു എൻ്റെ മെസ്സേജ് മായനെ ഫോട്ടോ അയച്ചു. ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്ത്, ഫ്ലക്സ് വേണമെന്ന് വെച്ചാൽ വേണ്ട, എൻ്റെ ഫോട്ടോ മാത്രം മതി എന്ന് പറഞ്ഞ് ഫോട്ടോ കൊടുക്കുന്നു. എല്ലാം സെറ്റ്, അത് സെറ്റാക്കിയിട്ടുണ്ട്. എത്ര മിനിറ്റിലാണ് ഒരു ക്യൂരിയോസിറ്റി, അത് മായന് ഇത്ര മിനിറ്റിൽ വരും. പോലീസ് സ്റ്റേഷൻ സീൻ വന്നു, ടൊവിനായിട്ട് ഇടിക്കുന്നു പോലീസ്. ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുകയാണ്. അപ്പം 3D ആണ് ഞാൻ പടം കണ്ടുകൊണ്ട്, കണ്ണാടി വെച്ചിട്ട്. അപ്പം നോട്ടീസ് ബോർഡ് കാണിച്ചു. കണ്ണാടി വെച്ചുകൊണ്ടിരുന്നപ്പോൾ നോട്ടീസ് ബോർഡിൽ എൻ്റെ ഫോട്ടോ മങ്ങിയിരിക്കുന്നു. അപ്പം ഞാൻ വെച്ച് 3Dയുടെ കുഴപ്പമെന്ന്, കണ്ണാടി ഊരിയപ്പോഴും അതിനെക്കാട്ടും മങ്ങൽ. ടൊവിനെയും പക്ഷെ ബാക്കി എല്ലാവരും മങ്ങൽ. കണ്ണാടി വെച്ചപ്പോൾ ടൊവിനോ ക്ലിയർ ആയിട്ടുണ്ട്, ഫോട്ടോയും മങ്ങലായിട്ടിരിക്കുന്നു. അപ്പം എനിക്ക് ക്ലിയർ ആയി. ഞാൻ അപ്പോഴത്തേക്കും ഇതിൻ്റെ ഫോട്ടോ കണ്ട് ബോധിച്ചു. താങ്ക് യു സോ മച്ച് എന്ന് പറയുമ്പോൾ അവൻ ചിരിക്കാനാണ് സ്മൈൽ ചെയ്തിട്ട്. അപ്പുവിനെ ഞാൻ പറഞ്ഞിട്ട്, നീ പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ മങ്ങലട ഭയങ്കര, അത് 3D ആയതുകൊണ്ടാണ്, 2Dയിലൊന്ന് കണ്ടോക്ക് ശരിയാവുമെന്ന് പറഞ്ഞു. ഞാൻ 2D കാണാൻ പോയില്ല, കാരണം അതിൽ ഞാൻ തകർന്നു പോകും. കണ്ടു കണ്ണാടി വെച്ചിട്ട് ക്ലിയർ ആവില്ല. പിന്നെയാണ് കണ്ണാടി ഊരിയിട്ട് ഞാൻ നോക്കി, കണ്ണാടി ഊരിയ ശരിയാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു, മനസ്സിലായി. പക്ഷെ വലിയ ഫോട്ടോ ആയിരുന്നു നോട്ടീസ് ബോർഡിൽ. അതിൽ ഉള്ളതിൽ ഏറ്റവും വലിയ ഫോട്ടോ എൻ്റെതായിരുന്നു. അത് അവൻ കൂറ് കാണിച്ചു. അങ്ങനെ ഞാൻ മങ്ങൾ സ്റ്റാർ ആയിട്ട് അറിയപ്പെട്ടു. മങ്ങിയ സ്റ്റാർ, മങ്ങൽ സ്റ്റാർ. അവൻ അതിന് ഇന്റർവ്യൂ ഒക്കെ ഞാൻ റേഡിയോയിൽ വിട്ടിട്ടുണ്ടായിരുന്നു, മങ്ങൽ സ്റ്റാർ ആക്കിയത്. ഞാൻ എൻ്റെ ഒരു പോഡ്കാസ്റ്റിൽ ഇങ്ങനെ പറയുന്ന, ഇതേപോലെ പറയുന്ന വീഡിയോ ഞാൻ കട്ട് ചെയ്തിട്ട് ആ 2 മില്യൺ കൂടുതൽ പോയായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതേപോലെ നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൂട്ടി കോമഡി അടിച്ച് പറയുമല്ലോ. അപ്പോൾ സാധനം വീട്ടിൽ വന്നപ്പോൾ ഞാൻ അതിൻ്റെ വിഷ്വല് TV-യിലെടുത്തപ്പോൾ ക്ലിയറായി, കുറച്ചൊന്ന് ക്ലിയറായി. സൂം ചെയ്ത് നോട്ടീസ് ബോർഡിൻ്റെ അടുത്തെത്തിയപ്പോൾ ഞാൻ സാധനം കിട്ടി. അതിൻ്റെ വിഷ്വല് ഞാൻ കട്ട് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പം ഭയങ്കര വൈറലായി. പിന്നെ വേറെ ഏത്
വേറൊരു പടം ഇതേപോലെ അവസരം വന്നു. റീല് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. റീലെന്ന് പറയുന്നത് ഇപ്പം അബിയുടെ ആയാലും എൻ്റെ ആയാലും തൻ്റെ ആയാലും ഈ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്ന റീലുകൾ മമ്മൂക്ക വരെ കണ്ടിട്ടുണ്ടാവാം. എൻ്റെത് കണ്ടിട്ടുണ്ടെന്നാണ്. അത് കാണൂടാ. അത് ഇങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ആരെങ്കിലൊക്കെ വരും, നമ്മൾ അറിയാതെ ലൈക്ക് ചെയ്തു പോകും. ഈ സെലിബ്രിറ്റീസ് ഒക്കെ കാണുന്നുണ്ട്. ഞാൻ പലയിടത്തും പോകുമ്പോൾ പല സെലിബ്രിറ്റീസും എന്നെ തിരിച്ചറിയുന്നുണ്ട്. ഇപ്പൊ അർജുൻ അശോക് പ്രാങ്ക് ചെയ്യാൻ വേണ്ടി വന്നാണോ, പ്രിൻകോച്ചി എന്നെല്ലാം പറഞ്ഞു, സജിൻ ഗോവൻ, അംബാൻ, ഇങ്ങനെ പലരും, കണ്ണൂർ സ്കോണിന്റെ ഡയറക്ടർ, ഇങ്ങനെ പറയണേ ഒരുപാട് പേര്. ഇത് നമ്മളൊക്കെ റീല് കാണുന്നുണ്ട്, പറ്റിക്കാൻ വേണ്ടി വരികയാണോ എന്നൊക്കെ ചോദിക്കും. അത് വലിയൊരു കാര്യമാണ്. അപ്പം സോഷ്യൽ മീഡിയ ഇഷ്ടപ്പെടുന്നവർ നല്ല നല്ല കണ്ടന്റുകൾ ചെയ്തു കഴിഞ്ഞാൽ ഇതേപോലെ അവസരങ്ങൾ തേടി വരും. കുറേ അവസരങ്ങൾ വരും കേട്ടോ. അതിലൊരു അവസരമാണ് ഞാൻ പേരെന്ന് പറയുന്നത്. പക്ഷെ അടിപൊളി ഒരു പ്രോജക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ പ്രോജക്റ്റ് ഡ്രോപ്പായി. അങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നു. കിട്ടുമായിരുന്നു. എൻ്റെ റീല് കണ്ട് ഭയങ്കര ഒരു സാധനമായിരുന്നു, ഹെവി സാധനമായിരുന്നു പ്രോജക്റ്റ്. പക്ഷെ അതെന്തൊരു പ്രൊഡക്ഷൻ്റെ ഒരു ഇതെല്ലാം കാരണം ഡ്രോപ്പായത്. ഇതൊക്കെയാണ് എൻ്റെ സിനിമ ജീവിത കഥകൾ. ഇനി എനിക്ക് സിനിമയോടുള്ള ഇൻട്രസ്റ്റ് പോയെന്ന് വെച്ചാൽ ഇപ്പം വലിയ താല്പര്യമൊന്നും, നേരത്തെ അത്രയും താല്പര്യമില്ല. അബിയുടെ ഡാൻസിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടാവും? അബിയുടെ ഡാൻസിന്റെ ഞാൻ അബിയെ കണ്ടിട്ട് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ച് ഓടാൻ വേണ്ടി, പേടിച്ചെന്നല്ല, രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പിന്നെ നമ്മൾ ആരെയും വേദനിപ്പിക്കില്ല, നമ്മുടെ സ്വഭാവം അങ്ങനെയാണ്. അത്രയും ഫ്രണ്ട്ലിയാണ്. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇത്രയും എന്തിനാണ് ഓവർ ഫ്രണ്ട്ലി ആവുന്നത്, കുറച്ചും കൂടെ ഇതായിക്കൂടെ മാഹിൻ്റെ വില വെച്ചിട്ട് എന്നൊക്കെ പറയാറുണ്ട് ചിലർ. എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഇങ്ങനെ തന്നെയാണ് എപ്പോഴും, ഓൾവേസ് ഫ്രണ്ട്സിൻ്റെ ഇടയിലായാലും. അപ്പം അബി വന്നപ്പോൾ ഞാൻ കുറച്ച് ആങ്ങിയായിട്ട് അവനെ ചിരിപ്പിക്കാനും നോക്കും. പക്ഷേ എനിക്ക് അന്ന് നല്ല തിരക്കിട്ട ടൈമിലായിരുന്നു. പക്ഷേ ഇവൻ എന്നെ വന്നിട്ട് അവൻ ചെയ്യുന്ന കഷ്ടപ്പാട് എനിക്കറിയാം. പിന്നെ അവനെ വേദനിപ്പിക്കാൻ പാടില്ല. ശരി, എന്തെങ്കിലും പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന സാധനമായിട്ട് ഭയങ്കര അന്ന് എന്തോ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഞാൻ പോകാൻ നിൽക്കായിരുന്നു. വിളിച്ചുകൊണ്ടുപോയി അവൻ ആ സൈഡിൽ കൊണ്ട് ഡാൻസ് കളിച്ചു. പക്ഷെ ആ ഡാൻസ് കളിച്ച് നന്നായെന്ന് തോന്നുന്നു. കാരണം എൻ്റെ ഉമ്മ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. എന്തുണ്ടെങ്കിലും എനിക്ക് പോസിറ്റീവായിട്ട് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള എൻ്റെ ഉമ്മ. എന്ത് കാര്യം ഉണ്ടെങ്കിൽ ഞാൻ ഉമ്മ അടുത്ത് ഓപ്പണായിട്ട് പറയും. അപ്പോൾ ഉമ്മ ഭയങ്കരമായിട്ട് ഹാപ്പിയായി. ഉമ്മ ഭയങ്കര സന്തോഷം. അബി ആ മോൻ്റെ കൂടെ ഡാൻസ് കളിച്ച, എടാ നീ, എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമാണ് നീ ഇംഗ്ലീഷ് ഭയങ്കരമായിട്ട് പറയുന്നത്, പിന്നെ ഡാൻസും, ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിലൊന്ന് കണ്ട് ഡാൻസ്, ഇനി ഇംഗ്ലീഷ്. ഐ ആം കമ്മിങ് ഉമ്മ. അടിപൊളി. അപ്പം താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ പോഡ്കാസ്റ്റും വളരട്ടെ, നന്നായി വരട്ടെ.